എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ താങ്കളെല്ലാവരെയും മീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ. നമ്മൾ ഡിസംബർ 21 വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് UN ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ വേൾഡ് മെഡിറ്റേഷൻ ഡേ ആണ് 2025 നമ്മൾ ആഘോഷിച്ചത്. ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഡിസംബർ 21. ഓക്കെ, ഡിസംബർ 21 എന്തിനാണ് ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തതെന്ന് അറിയാമോ? അതിന് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര പേർക്കറിയാം ഡിസംബർ 21 മഹത്വം? ജൂൺ 21 നമ്മുടെ അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ ഡിസംബർ 21 ആഫ്റ്റർ 6 months. സോ ഈ എവറി 6 months നടക്കുന്ന ഒരു പ്രക്രിയ, അതായത് പ്രകൃതിയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഒരു സൈക്ലിക്കായിട്ട് ആവർത്തിക്കുന്ന ഒരു രീതിയാണ്. അതായത് നമ്മൾക്ക് ഒരു ദിവസത്തിൽ അറിയാം, ഒരു ദിവസം എന്ന് പറയുന്നത് 24 hours ഒരു സൈക്കിളിൽ 2 സന്ധികളുണ്ട്. ഒന്ന് രാത്രി പകലാകുന്ന ഒരു സന്ധ്യ, അതുപോലെ തന്നെ പകല് രാത്രിയാകുന്ന സന്ധ്യ എന്ന് പറയുന്ന സമയം. സോ ഈ 2 സന്ധ്യാവേളകളും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. പ്രകൃതിയിൽ വളരെയധികം ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ അത് ഒരു ദിവസത്തിലുണ്ടാകുന്ന ഒരു സന്ധ്യ, അതുപോലെ തന്നെ ഒരു വർഷത്തിലും 2 സന്ധ്യകൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലും ഉണ്ടാകുന്ന 2 വിൻ്റർ സോളിസ്റ്റിസ് എന്ന് പറയാറുണ്ട്, സമ്മർ സോളിസ്റ്റിസ് എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഭാഗത്തിൽ 2 സന്ധ്യ ഉണ്ടാകുന്നുണ്ട്, ഒരു വർഷത്തിലും 2 സന്ധ്യ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് കുറച്ചും കൂടിയും വലിയൊരു ചക്രമുണ്ട്. അതിനൊരു കാലചക്രം എന്ന് പറയും, ഒരു കൽപ്പം എന്ന് പറയുന്ന ഒരു ചക്രം. ആ ഒരു കൽപ്പം എന്ന് പറയുന്ന ചക്രത്തിലും 2 സന്ധ്യകളുണ്ട്. ഒരു കൽപ്പം എന്ന് പറയുമ്പോൾ 4 യുഗങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം, അല്ലേ? ഏതൊക്കെയാണ് 4 യുഗങ്ങൾ? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് പറയുന്ന 4 സന്ധ്യകൾ. അപ്പോൾ അതിൽ ഒരു സന്ധ്യയാണ് രാത്രി കഴിഞ്ഞ് പകലാകുന്ന ഒരു സന്ധ്യ. ഈ സമയം അറിയാലോ നമുക്ക്, രാത്രിയുടെ കാലാവധി കൂടുതലാണ്. രാത്രി കഴിഞ്ഞിട്ട് പുതിയൊരു പകൽ വരാൻ പോകുന്ന ഒരു സമയമുണ്ട്. അതിനെയാണ് സംഗമം എന്ന് പറയുക, സന്ധ്യ എന്ന് പറയുന്ന സമയം. അതുപോലെ തന്നെ കലിയുഗം എന്ന് പറയുന്ന കാലഘട്ടം മാറി സത്യയുഗം വരുന്ന ഒരു കാലഘട്ടവുമുണ്ട്. ആ കാലഘട്ടത്തെ നമ്മൾ സംഗമയുഗം എന്ന് പറയും. സോ ഈ കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ ഒരു പരിവർത്തനത്തിൻ്റെ, ഒരു മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. രാത്രി പകലാകുന്ന കാലഘട്ടവും അതുപോലെ പകൽ രാത്രിയാകുന്ന കാലഘട്ടം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ദിവസം രാത്രിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നിട്ട് രാത്രി എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും വെളിച്ചമുള്ളപ്പോഴാണല്ലോ നമ്മൾ ജോലിക്കെല്ലാം പോകുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. രാത്രിയാകുമ്പോൾ നമ്മൾ പല ആക്ടിവിറ്റീസും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരികയും ഭക്ഷണം കഴിച്ച് ഫ്രഷായിട്ട് കിടന്നുറങ്ങി അടുത്ത ദിവസം വീണ്ടും ഫ്രഷായിട്ട് വീണ്ടും ജോലിക്ക് പോകും. സോ അടുത്ത ദിവസത്തിലേക്ക് ഒരു പുതിയ ദിവസം വരികയാണ്. സോ പുതിയ ദിവസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് റിഫ്രഷായിട്ട് റീചാർജായിട്ട് പോകാനുണ്ട്. സോ തിരിച്ചു വന്ന് ഒന്ന് റിഫ്രഷായിട്ട് റീചാർജായിട്ട് പോകാനാണ് നമ്മൾ തിരിച്ചു വരുന്നതും അടുത്ത ദിവസം അതിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നത്. അതാണ് നമ്മളൊരു, അപ്പോൾ രാത്രിയുടെ ഒരു സന്ധ്യയും വന്നു, രാത്രി പകലാകുന്ന ഒരു സന്ധ്യയും വന്നു. ഒരു പകല് രാത്രിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് വന്ന് നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കാൻ. രാത്രി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ കുറേ തരത്തിലുള്ള ഡേഞ്ചറുകൾ ഉള്ളതാണ്, നമുക്കറിയില്ല എന്താണ് നടക്കുന്നത്, ഒന്നും വ്യക്തമാവാത്തത് കൊണ്ട് നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദീപം തെളിയിക്കുന്നു. അതുപോലെ തന്നെ പലതരത്തിൽ അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സന്ധ്യാസമയത്ത് നമ്മൾ ഈശ്വരനാമം ചൊല്ലി ഈശ്വരൻ്റെ അടുത്തിരിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം. സോ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? നമുക്ക് ഈശ്വരനിൽ നിന്ന്. സോ ആ ഈശ്വരൻ്റെ പ്രതീകമായിട്ട് നമ്മൾ ദീപം തെളിയിക്കുകയും ഈശ്വരൻ്റെ അടുത്തിരുന്ന് ആ ഈശ്വരൻ്റെ പ്രൊട്ടക്ഷനിൽ ഇരുന്നു കൊണ്ട് ആ രാത്രിയെ ചിലവഴിക്കുകയും റെസ്റ്റ് എടുക്കുകയും റീചാർജ് ആവുകയും അടുത്ത ദിവസം വരാറാകുമ്പോൾ അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു. അതിരാവിലെ എന്ന് പറയുമ്പോൾ അല്ലെ ഒരു ദിവസത്തിൽ ഏറ്റവും നല്ല സമയം അതിരാവിലത്തെ സമയം. ഏതാ ആ സമയത്ത് നമ്മൾ പറയാറ്? ഏതാ സമയം? ബ്രാഹ്മ മുഹൂർത്തം. സോ ഒരു സ്പെഷ്യൽ ടൈമാണത്, ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാനുള്ളത്? ആ സമയത്ത് എന്ത് ചെയ്യണം?
ബ്രാഹ്മമുഹൂർത്തത്തിൽ കിടന്നുറങ്ങും. അങ്ങനെയാണോ? എന്താ ചെയ്യുന്നത് ആ സമയത്ത്? അല്ല, ആ സമയം നമുക്ക് റീചാർജ് ചെയ്ത് റിഫ്രഷായിട്ട് പുതിയ ദിവസത്തെ പുതിയ ദിവസം വരും. ആ പുതിയ ദിവസത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ആ ദിവസത്തിൻ്റെ പ്രയോജനം നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറായിട്ട് നേരത്തെ എഴുന്നേറ്റ് പോയാൽ നേരത്തെ തന്നെ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും ആരംഭത്തിൽ തന്നെ നമുക്ക് ആ ദിവസത്തിൻ്റെ ഏറ്റവും നല്ലത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രയോജനം എടുക്കാൻ പറ്റും. സോ തയ്യാറാവുക. ആ തയ്യാറാവാൻ വേണ്ടിയിട്ടാണ് ഏതാണോ ഈ കാലഘട്ടം ഡിസംബർ മാസം തീരുകയും, ഡിസംബർ എന്ന് പറയുമ്പോൾ ഒരു വർഷം തീരുകയാണ്, ജനുവരി എന്ന് പറയുമ്പോൾ പുതിയ വർഷം ആരംഭിക്കുകയാണ്. പുതിയ വർഷത്തെ സ്വീകരിക്കണമെങ്കിൽ, പുതിയ കാലഘട്ടത്തെ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് പഴയ കാലഘട്ടത്തിലുള്ള പഴയ പലതരത്തിലെ നെഗറ്റീവുകളും വേസ്റ്റായിട്ടുള്ളതും പഴയതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കളയാനുണ്ട്, നമുക്ക് മാറ്റാനുണ്ട്, പരിവർത്തനപ്പെടാനുണ്ട്. സോ ആ പരിവർത്തനപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് യോഗശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കുറേ കാലത്ത് എങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം ആകുമ്പോഴേക്കും പല ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ഒന്ന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടാവും, പൊടിപടലങ്ങളും അഴുക്കും എല്ലാം സമ്പാദിച്ചിട്ടുണ്ടാവും. സോ ഇതെല്ലാം ഒന്ന് റിഫ്രഷ് ആക്കണ്ടേ? അപ്പോൾ ആ റിഫ്രഷ് ആക്കുന്ന ഒരു സമയമാണ് അതിരാവിലെ സമയം എന്ന് പറയുന്നത്. സോ ആ സമയത്ത് നമ്മൾ റിഫ്രഷ് ആവുകയാണ്. റിഫ്രഷ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കുറേ നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ പോവാതിരിക്കുക, അതിനെല്ലാം സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം ചെയ്യാനുണ്ട്. അതാണ് നമ്മുടെ യോഗശാസ്ത്രത്തിൽ നമുക്ക് ഒരു 8 സ്റ്റെപ്പ് അഷ്ടാംഗ യോഗം, പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അഷ്ടാംഗ യോഗത്തിൽ 8 സ്റ്റെപ്പുകളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് യോഗശാസ്ത്രത്തിൽ. ഏതൊക്കെയാണ് യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള 8 സ്റ്റെപ്പുകൾ ഓർമ്മയുണ്ടോ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. സോ സമാധിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഇപ്പോൾ സമാധിയിലേക്ക് എത്താനുള്ള സ്റ്റെപ്പുകളാണ് ഇതെല്ലാം. അപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധി, സമബുദ്ധി, നമ്മുടെ ബുദ്ധിയെ ആ സമമായ ഈക്വലായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് എത്തിച്ചേരാനാണ് നമുക്ക് ഏത് വേണ്ടത്? ഈ 8 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് പോയാൽ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ സ്ഥിതിയെ, ആ സ്ഥിതിയിൽ സമമായ ഈക്വിലിബ്രിയം നിറഞ്ഞ പവർഫുള്ളായിട്ടുള്ള ഒരു സ്ഥിതിയിൽ നമുക്ക് എത്തിച്ചേരാനുണ്ട്. ആ സ്ഥിതിയിൽ വേണം നമ്മുടെ ജീവിതം മുഴുവനും നമുക്ക് കൊണ്ടുപോകാനായിട്ട്. കാരണം എന്താ വെച്ചാൽ ഈ ലോകത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് മാറുന്നതാണ്. ലോകത്തിൻ്റെ പരിസ്ഥിതി മാറും, അത് ഒരേപോലെ ഇരിക്കില്ല. രാവിലെ ഫ്രഷായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ഉച്ചയാവും, കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമാവും, കുറച്ച് കഴിഞ്ഞാൽ രാത്രിയാവും. അപ്പോൾ ഈ 3 കാലഘട്ടത്തിലും 4 കാലഘട്ടത്തിലും നമുക്ക് എങ്ങനെ നമ്മുടെ ബുദ്ധി ഉണ്ടായിരിക്കണം? കാലഘട്ടത്തിനനുസരിച്ച്, പരിസ്ഥിതിക്കനുസരിച്ച് മാറുക എന്നുള്ളതല്ലല്ലോ വേണ്ടത്. പരിസ്ഥിതി മാറും. പരിസ്ഥിതി മാറിയാലും നമ്മുടെ സ്ഥിതി മാറാതിരിക്കണം. നമുക്ക് ഏത് സ്ഥിതിയിലാണ് ഇരിക്കേണ്ടത്? നമ്മളെപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥിതി എന്താ? ഏത് സ്ഥിതിയിലാണ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഏതാ സ്ഥിതി? ശാന്തമായ സ്ഥിതി, സ്വസ്ഥം, സ്വാസ്ഥ്യം എന്നല്ല പറയാറില്ലേ? അതെന്താണ് സ്ഥിതി? വാസ്തവത്തിൽ സ്വാസ്ഥ്യം എന്ന് പറയുന്ന സ്ഥിതി ഏതാ? നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ, ആ ഫോൺ വാങ്ങുമ്പോൾ ഫാക്ടറിയിൽ എല്ലാം പെർഫെക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും അല്ലേ? ആ സ്ഥിതിയാണ് എന്ത് സ്ഥിതി? സ്വാസ്ഥ്യം. അത് പെർഫെക്റ്റാണ്, അതിൽ ഫാക്ടറി സെറ്റാണ്, എല്ലാ കാര്യങ്ങളും അതിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പാകത്തിൽ എല്ലാം പെർഫെക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളത് ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് പല ആപ്ലിക്കേഷനുകളും പലതും കയറ്റി ഉപയോഗിച്ച് ചാർജ് കുറയും, അതിൽ കൂടുതൽ ഓവർലോഡാവും വേണ്ടാത്തതും വേണ്ടതും എല്ലാം കയറും. അവസാനം അത് വർക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് സ്ലോ ഡൗൺ ആവില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൊബൈലിൽ കുറേ ആപ്ലിക്കേഷനും കുറേ ലോഡുകളും ഫയലുകളും കയറ്റി അതിൽ വേറെ വൈറസ് ഇൻഫെക്ഷനും ഉണ്ടാവും. അങ്ങനെ പലതും സംഭവിച്ചതിന് ശേഷം എന്താ സംഭവിക്കുക? ലോഡ് പിന്നെ വർക്ക് ചെയ്യാതെയാവും. അപ്പോൾ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതൊന്ന് റീസെറ്റ് ചെയ്യും അല്ലേ? നമ്മൾ പലപ്പോഴും ലോഡുകളൊക്കെ കുറഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെല്ലാം ശരിയാക്കാൻ ശ്രമിക്കും. ഓൺ ദ പ്രോസസ്സിൽ ചെയ്യും. കുറേ കഴിഞ്ഞാൽ അത്ര ചെയ്താലും ശരിയാവില്ല. അപ്പോൾ നമ്മളതിനൊരു ഫാക്ടറി റീസെറ്റ് ബട്ടൺ എന്ന് പറയുന്നതുണ്ട്.
ആ ഫാക്ടറി റീസെറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അത് വീണ്ടും അതിൻ്റെ ഒറിജിനൽ സെറ്റിങ്ങിലേക്ക് അത് റീസെറ്റാകും. അതുപോലെ തന്നെ നമുക്ക് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ വീണ്ടും അതിനെ ഒരു റീസെറ്റിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതാണ് സമാധി. സമാധി എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ അവസ്ഥയാണ്. ആ ഒറിജിനൽ അവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ സമമായ സ്ഥിതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങളെയും നമുക്ക് അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സ്ഥിതിയെ സ്വസ്ഥമായി, സുഖമായിട്ട്, സന്തോഷകരമായിട്ട്, ആനന്ദകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെ, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ, ഒരു വീട് കെട്ടുമ്പോഴാവട്ടെ, ഒരു വണ്ടി വാങ്ങുമ്പോഴാവട്ടെ, ആദ്യം പുതിയതായിരിക്കും, കുറച്ച് കഴിഞ്ഞാലോ പഴയതാവില്ലേ, കേടുവരില്ലേ. അപ്പോൾ പഴയതാകുമ്പോൾ നമുക്ക് സുഖമില്ല, വണ്ടി സുഖമില്ല, വീട് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ശരീരം പോലും എങ്ങനെയാണ് പഴയതാകുമ്പോൾ കേടുവരും. പഴയതാകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സുഖം നഷ്ടപ്പെടുമോ? അല്ലേ? വണ്ടി പഴയതായാലും, ശരീരമാകുന്ന വണ്ടി പഴയതായാലും നമുക്ക് നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആവാതെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമുക്ക് സന്തോഷകരമായിട്ട്, ശാന്തമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാം, അതിനാണ് സമസ്ഥിതി നമ്മൾ ഉണ്ടാക്കുന്നത്. ആ സമസ്ഥിതിയിൽ ഇരിക്കുകയാണെങ്കിൽ പരിസ്ഥിതി ഏത് തരത്തിൽ മാറി വന്നാലും നമുക്കതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. കാരണം എന്താണ്? പരിസ്ഥിതി നിൽക്കുന്നതല്ല. നല്ല കാലവും വന്നു പോകും, ചീത്തകാലവും വന്നു പോകും. ഈ കാലഘട്ടത്തിലൂടെയെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ആ കാളെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്ഥിതിയെ സമമാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. സോ ഈ യമനിയമങ്ങളിൽ, അതായത് നമ്മുടെ ഈ അഷ്ടാംഗ യോഗത്തിൽ പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ യമനിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണല്ലോ. നമ്മുടെ പേഴ്സണലായിട്ടുള്ളതും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് നമുക്ക് ആസനങ്ങൾ. ആസനം എന്ന് പറഞ്ഞാൽ അതിനെന്താണ്? നമ്മുടെ സ്ഥിതിയെ സെറ്റ് ചെയ്യുന്നതിനെയാണ് ആസനം എന്ന് പറയുന്നത്. പ്രാണായാമം എന്ന് പറഞ്ഞാലോ കേവലം ശ്വാസത്തിൻ്റെ മാത്രമല്ല, പ്രാണൻ്റെ യാമമാണ്. അല്ലേ? നമ്മുടെ ആ എനർജിയെ നമ്മൾ എങ്ങനെ ഏത് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു, എങ്ങനെയാണ് നമ്മളതിനെ വിനിയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് പ്രാണായാമം നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യാഹാരം. പ്രത്യാഹാരം എന്താ? വാട്ട് ഈസ് പ്രത്യാഹാരം? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രത്യാഹാരം. അതായത് നമുക്ക് നമ്മുടെ സെൻഷ്വൽ ബോധത്തിൽ നിന്നും, നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഈ ലോകത്ത് കൂടുതൽ ഈ ഫിസിക്കലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ടൂ മച്ച് എൻഗേജ്ഡ് ആണ്. സോ നമുക്ക് ഭൗതികതയിൽ നിന്നും ഇത് ചെയ്യാനുണ്ട്? ഡിസെൻഗേജ്ഡ് ആവാനുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാനുണ്ട്. രണ്ട് ആസ്പെക്റ്റ്, ഭൗതികവും നോൺ ഭൗതികവും, അതായത് ഫിസിക്കൽ ആൻഡ് നോൺ ഫിസിക്കലായിട്ടുള്ള രണ്ട് ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ. ഫിസിക്കലും ഉണ്ട്, നോൺ ഫിസിക്കലും ഉണ്ട്. പക്ഷേ നമ്മൾ ഫിസിക്കൽ മാത്രമേ നമുക്ക് ഇന്ന് ലോകത്ത് അറിയുന്നുള്ളൂ. അല്ലേ? നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു മേഖലയിൽ ആളിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും അതാണല്ലോ ഒരു ബേസിക് ഡിഫറൻസ്. ആയുർവേദവും അല്ലെങ്കിൽ അലോപ്പതിയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അല്ലേ? അലോപ്പതി 100% ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമുള്ളൊരു ചിന്താഗതി രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. പക്ഷേ ആയുർവേദം അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. ഫിസിക്കലും ഉണ്ട്, നോൺ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ആ ഒരു ഡയമെൻഷനും കൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൂടി പരിചരിച്ചു കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ടിൻ്റെയും ഒരു ബാലൻസ് ചെയ്യാനുണ്ട്. പ്രത്യാഹാരവും അതിനുശേഷം ധാരണയും ധ്യാനവും സമാധിയും. സോ ധ്യാനം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്. റീചാർജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ നിങ്ങൾ എലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്കിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? വാട്ട് ഈസ് ന്യൂറാലിങ്ക്? എന്താ ന്യൂറാലിങ്ക്? നമ്മുടെ മൈൻഡിനെ മെഷീനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ മെൻ്റൽ ഡേറ്റയൊക്കെ മെഷീനിലേക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ മെഷീനിൽ നിന്നുള്ള ഡേറ്റയൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനത്തെ ടെക്നോളജിക്കാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. AI ടെക്നോളജിയല്ല. സോ അങ്ങനെയുള്ളൊരു കാലഘട്ടത്ത് നമ്മുടെ ഈ ധ്യാനം അല്ലെങ്കിൽ യോഗം എന്ന് പറയുന്നതും ആ നോൺ ഫിസിക്കലായിട്ടുള്ള ഒരു പവർ സോഴ്സ് ഉണ്ട്, ആ നോളജ് സോഴ്സ് ഉണ്ട്. ആ സോഴ്സുമായിട്ട് റീകണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം നമ്മൾ പഠിപ്പിക്കുന്നത്. ആ അത്ഭുതകരമായിട്ടുള്ള പവർ സോഴ്സ് ഏതാണ്?
അതുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്, ലിങ്ക് ചെയ്ത് എങ്ങനെയാണ് ആ പോസിറ്റീവ് എനർജിയെ നമുക്ക് നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ റീചാർജ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം, നമ്മൾ റീസെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാജയോഗ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നത്. അല്ലെ, ബ്രഹ്മകുമാരീസിൽ പഠിപ്പിക്കുന്ന മെഡിറ്റേഷൻ്റെ പേരാണ് രാജയോഗ മെഡിറ്റേഷൻ. യോഗങ്ങളുടെ രാജാവ്, ദ ഹയസ്റ്റ് ഫോം ഓഫ് യോഗ. യോഗ എന്നുള്ള വാക്ക് തന്നെ അർത്ഥം അറിയാമല്ലോ എല്ലാവർക്കും. യോഗ എന്ന് പറഞ്ഞാൽ തന്നെ വാട്ട് ഇസ് യോഗ? യൂണിയൻ, കണക്ഷൻ. അല്ലേ, രാജയോഗം എന്ന് പറഞ്ഞാൽ കണക്ഷൻ വിത്ത് ദ സുപ്രീം, ഹയസ്റ്റ് ആയിട്ടുള്ള പവർ സോഴ്സുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നമ്മുടെ രാജയോഗിനിയായിട്ടുള്ള ബ്രഹ്മകുമാരി മീനാ ബെഹൻജി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരും. സിസ്റ്റർ ഏകദേശം 30 വർഷത്തോളമായിട്ട് രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീഷണറുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു രാജയോഗ ടീച്ചർ കൂടിയാണ്. സിസ്റ്റർ ബേസിക്കലി സ്വദേശം കൊട്ടാരക്കരയാണ്. അവിടെ ടീച്ചേഴ്സ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് പിന്നീട് ഈ ബ്രഹ്മകുമാരീസിൻ്റെ ഈ ഒരു മാർഗത്തിലേക്ക് വന്ന് ഇവിടുത്തെ ഒരു ഫാക്കൽറ്റി ആയിട്ട് സിസ്റ്റർ കഴിഞ്ഞ ഏകദേശം 30 വർഷമായിട്ട് സിസ്റ്റർ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ ഇൻചാർജാണ്. ഏകദേശം 30ഓളം ബ്രാഞ്ചുകൾ നമുക്ക് ഈ 2 പാലക്കാട്, മലപ്പുറം ജില്ലകളിലായിട്ടുണ്ട്. ആ ജില്ലകളിൽ ഇരുന്നുകൊണ്ട് ലോകത്തിലുള്ള മാനവർക്കെല്ലാവർക്കും ഈ സാമൂഹ്യ ആത്മീയ സേവനം സിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ നിങ്ങളെ കൂടുതലായിട്ട് ഈ ധ്യാനത്തിൻ്റെ ഡീപ്പറായിട്ടുള്ള ഡയമെൻഷൻസിലേക്ക് മനസ്സിലാക്കി തരികയും കൊണ്ടുപോവുകയും ചെയ്യും. സോ എല്ലാവർക്കും നല്ലൊരു അനുഭവം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഓം ശാന്തി. ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പിയാണോ ന്യൂ ഇയറിൽ? എല്ലാവരും സന്തോഷമായിരിക്കുകയാണോ? വെരി വെരി ഹാപ്പി. അത് ന്യൂ ഇയർ ദിവസം മാത്രമായിരുന്നോ? ന്യൂ ഇയർ ദിവസം മാത്രമായിരുന്നോ അതോ അതിനുശേഷം ഹാപ്പിയാണോ? മെസ്സേജ് അയക്കുമ്പോൾ മാത്രമായിരുന്നോ ഹാപ്പിനെസ്? സോ വർഷം മുഴുവൻ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കട്ടെ. കാരണം നിങ്ങൾ ഡോക്ടേഴ്സായിട്ട് ഭാവിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചികിത്സ ചെയ്യേണ്ടവരില്ലേ? അപ്പോൾ നിങ്ങൾ സന്തോഷമായിരുന്നാലല്ലേ നമുക്കെല്ലാം ബെറ്ററായിട്ടുള്ള ചികിത്സ കിട്ടുള്ളൂ, അല്ലേ? ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ പ്രോപ്പർട്ടി, ഏറ്റവും വലിയ ട്രഷർ, നിധിയാണേത്? സന്തോഷം, സമാധാനം, അല്ലേ? ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നത്, പഠിക്കുന്നത്, ജോലി കിട്ടുന്നത് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? സന്തോഷമായിരിക്കാൻ, സുഖമായിരിക്കാൻ, അല്ലേ? സുഖവും ശാന്തിയും സന്തോഷവുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി. ബാക്കിയെല്ലാം ഉണ്ട്, വലിയ വീടുണ്ട്, ബംഗ്ലാവുണ്ട്, കാറുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല ഹോസ്പിറ്റലിൽ ജോലിയും കിട്ടി, എല്ലാം കിട്ടി. പക്ഷെ സമാധാനം ഇല്ലെങ്കിലോ? സന്തോഷമില്ലെങ്കിലോ? സന്തോഷമില്ലെങ്കിൽ ഏറ്റവും വലിയ നമ്മുടെ പ്രോപ്പർട്ടിയാണ് സന്തോഷം. അപ്പോൾ ഒരു ദിവസം 21 ഡിസംബർ ഒരു ഫുൾ ഡേ ഒരു വർഷത്തിൽ UN മെഡിറ്റേഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു ദിവസം ഇതിനു വേണ്ടി ഡിക്ലെയർ ചെയ്തിരിക്കുന്നതെന്ന്? പല ഡേകളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് വർഷത്തിലല്ലേ. അപ്പം മെഡിറ്റേഷന് വേണ്ടി ഒരു ദിവസം എന്തുകൊണ്ടായിരിക്കണം മാറ്റിവെച്ചത്? എന്താ ആവശ്യം? മെഡിറ്റേഷൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളാരൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്നവരുണ്ട്? കൈ ഉയർത്തു. ആരുമില്ല? ഒരാളുണ്ട്, 2 പേര്, 3 പേര്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ദിവസം മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുന്നതിൽ UN-ൻ്റെ ഡിക്ലറേഷനിലുണ്ടായിരുന്നു, പൊതുസഭയിൽ ഇതിൻ്റെ ഡിസ്കഷൻ വന്നു. ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ ഈ പ്രമേയം മുന്നോട്ട് വെച്ചു, ഒരു ദിവസം മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്യണം. അതിൽ ഡിസ്കഷനിൽ വന്ന പോയിൻ്റ് ഇതായിരുന്നു, മുഴുവൻ ലോകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സംഘർഷങ്ങൾ കൂടുകയാണ്.
അത് മനസ്സുകളുടെ സംഘർഷം, ഫാമിലി സംഘർഷം, പിന്നെ സൊസൈറ്റിയിലെ എല്ലാ ലെവൽസ് ഓഫ് ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ സംഘർഷം കൂടി രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ വരെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സംഘർഷം ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, ഇപ്പം നമ്മൾ നോക്കൂ, ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കണം, വർഷമങ്ങളായി തുടങ്ങിയിട്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് നീണ്ടു പോവുകയാണ്. അപ്പോൾ ഈ യുദ്ധം ഇവിടെ തുടങ്ങിയത് എവിടുന്ന? നമ്മൾ പറയും റഷ്യയും ഉക്രൈനും കൂടെ യുദ്ധം ചെയ്യണം അല്ലേ, രണ്ട് രാജ്യങ്ങൾ. യഥാർത്ഥത്തിൽ യുദ്ധം ആരംഭിച്ചത് എവിടെയാണ്? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ കാരണമാകുന്നത് രണ്ട് വ്യക്തികളുടെ ഉള്ളിലുള്ള സ്പർദ്ധയാണ് അല്ലേ. അപ്പോൾ യുദ്ധങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് എവിടെയാണ്? മനസ്സിൽ നിന്നാണ് അല്ലേ, മനസ്സിൽ നിന്നാണ്. അപ്പം അതുകൊണ്ടാണ് മനുഷ്യന് സന്തോഷവും സമാധാനവും ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്, മനസ്സിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് വർഷത്തിലൊരു ദിവസം മെഡിറ്റേഷൻ്റെ പ്രസക്തി ലോക ജനതയെ അറിയിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ഫുൾ ഡേ ഒരു വർഷത്തിലൊരു ദിവസം മാറ്റിവെക്കുകയും മെഡിറ്റേഷൻ്റെ അവയർനെസ് വേൾഡ് വൈഡായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുകയും അതിലൂടെ മനസ്സിൻ്റെ സംഘർഷങ്ങൾ കുറയ്ക്കുകയും ശാന്തിയും സമാധാനത്തിനും വേണ്ടി മെഡിറ്റേഷൻ റെഗുലർ റുട്ടീൻ ലൈഫാക്കി മനുഷ്യനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ് വിശ്വമെമ്പാടും ഉണ്ടാകണം, ലോക ജനതയിൽ ഉണ്ടാക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഒരു ദിവസം മാറ്റി വെച്ചിരിക്കണം. ഇപ്പോൾ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫുൾ വേൾഡ് വൈഡ് യോഗയ്ക്ക് വളരെ പ്രാധാന്യം. എത്രയോ പേരിപ്പോൾ പണ്ടൊന്നും ഒരിക്കലും യോഗയോ എക്സർസൈസോ പ്രാണായാമോ ഒന്നും ചെയ്യാതിരുന്നവരും കൂടി ഇപ്പോൾ എന്തായി, റെഗുലർ പ്രാക്ടീസുകൾ ധാരാളം പേര് ചെയ്യുന്നുണ്ട്. അതിന് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ അല്ലേ? ഡെയിലി ചെയ്യുന്നവർക്ക് വളരെയധികം ചേഞ്ചസ് ഉണ്ട്. അതേപോലെ മെഡിറ്റേഷന് നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് ഫീൽ ചെയ്യുക. വൺസ് ബെനിഫിറ്റ് കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഏതൊരു കാര്യവും നമ്മൾ മിസ് ചെയ്യില്ല. ബെനിഫിറ്റ് അവരവർക്ക് ഫീൽ ചെയ്യണം. അപ്പം അതുപോലെ മെഡിറ്റേഷന് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോഴാണ് അതിന് ബെനിഫിറ്റ് ഉണ്ടാകുക. ഏതൊരു കാര്യവും അങ്ങനെയല്ലേ, റെഗുലാരിറ്റിയും പങ്ക്ച്വാലിറ്റി ഏതിൽ വരുന്നു അതിൽ നിന്ന് നമുക്കൊരു ലാഭം ഉണ്ടാക്കുകയുള്ളൂ, ബെനിഫിറ്റ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പം ഇന്ന് നമുക്ക് മെഡിറ്റേഷൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആക്കണം. എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല, ഒന്ന് നിങ്ങൾ പഠിക്കുന്നത് ആയുർവേദമാണ്. ആയുർവേദത്തിൽ മനുഷ്യനെ കേവലം ഒരു ശരീരമായിട്ട് മാത്രമല്ല കാണണം, പിന്നെ എന്താ സ്റ്റഡി ചെയ്യണേ? എത്ര ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണേ? മനുഷ്യനെ കേവലം ഒരു ശരീരത്തിൻ്റെ പഠനം മാത്രമാണോ? അല്ല, പിന്നെ ചികിത്സ എങ്ങനെ ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് നമുക്കല്ലേ. അപ്പോൾ ആ ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേവലം ഈ ബോഡിയുടെ മാത്രം ട്രീറ്റ്മെൻ്റ് അല്ല ചെയ്യുക, അതിലൂടെ മാത്രമേ രോഗം നമുക്കറിയാം അല്ലേ, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ശരീരത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം മനസ്സിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് അല്ലേ. സാധാരണ പറയില്ലേ, ആധിയിൽ നിന്ന് വ്യാധി എന്നാണ് പറയാം. പഴഞ്ചൊല്ല് നമ്മൾ പറയാറില്ലേ മലയാളത്തിൽ, ആധിയിൽ നിന്ന് വ്യാധി. അപ്പോൾ ഇത്രയധികം വ്യാധി കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ്? ആധി കൂടുകയാണ്. ആധി മീൻസ് പണ്ടൊക്കെ ആധി എന്നാണ് പറയുക, പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ടെൻഷൻ, സ്ട്രെസ്സ് അല്ലേ, സംഘർഷം. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പണ്ട് പറയില്ലേ, പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണ് പറയുക. ആദിയിൽ നിന്ന് വ്യാധി, എത്ര കറക്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം മെജോറിറ്റി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ടെൻഷൻ കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിഞ്ഞൂടെ, നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റഡി ടൈമാണ്, മനസ്സ് ടെൻസ്ഡ് ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ലയോ? കോൺസെൻട്രേഷൻ ലെവൽ നമ്മുടെ ഡൗൺ ആയി വരും അല്ലേ. മനസ്സിൽ സംഘർഷം ഉണ്ടെങ്കിൽ, ടെൻഷൻ ഉണ്ടെങ്കിൽ, ഭയം ഉണ്ടെങ്കിൽ അല്ലേ, ആൻഷൈറ്റി ഉണ്ടെങ്കിൽ, ഇപ്പോൾ പരീക്ഷ വരാൻ പോവാണ്, പരീക്ഷ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഭയം, ആൻഷൈറ്റി, ഇത് കാരണം തന്നെ നമ്മുടെ പഠിച്ച കാര്യങ്ങളും കൂടി മറന്നു പോകും. മെഡിറ്റേഷൻ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്? നമ്മുടെ ഇൻറ്റേർണൽ കപ്പാസിറ്റി ഇൻക്രീസ് ആകും. നമ്മുടെ ഇൻറ്റേർണൽ പവർ മാനസികമായിട്ടും ഇമോഷണൽ ലെവലിലും നമ്മൾ വളരെ സ്ട്രോങ് ആക്കും.
ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം എന്താ? നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആരൊക്കെയുണ്ട് ദേഷ്യപ്പെടാത്തവർ? ദേഷ്യപ്പെടാത്തവരെല്ലാം ഒന്ന് കൈ ഉയർത്തു. ആ, വെരി ഗുഡ്. അവരാരുണ്ട്? ഒരാൾ കൈ ഉയർത്തി. വെരി ഗുഡ്. ആ, എന്താ പേര്? ആ, ഒന്ന് കൈയടിക്കും എല്ലാവരും. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഇത്രയും നല്ലൊരു കപ്പാസിറ്റി ഉണ്ടല്ല. നിങ്ങളെല്ലാവരും എന്ത് പറയണു? ആ, ആൾ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ആ, ആണോ അല്ലയോ? അല്ല അല്ല. എന്നാലും കൺട്രോള് മീൻസ് കമ്പാരിറ്റീവ്ലി നമ്മളെല്ലാവരേക്കാൾ കുറച്ച് ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ കൈ ഉയർത്താൻ ഒരു ധൈര്യം വന്ന അല്ലേ സഭയിലെ. അപ്പം നമുക്ക് പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് ആവേശം, പെട്ടെന്ന് ടെൻഷൻ, അതുകൊണ്ട് എന്താ ഉണ്ടാകുന്ന നഷ്ടം? എന്താ ഉണ്ടാകുന്ന നഷ്ടം? പെട്ടെന്ന് ദേഷ്യം കൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്താണ്? റിലേഷൻഷിപ്പ് കേടുവരും അല്ലേ? കോൺസെൻട്രേഷൻ പവർ കുറയും, ബന്ധങ്ങളൊക്കെ കേടുവരും അല്ലേ? അപ്പോൾ ദേഷ്യം കാരണം എന്തൊക്കെ ശരീരത്തിന് തന്നെ നോക്കും എന്തൊക്കെ അസുഖമാണ്. ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. ഷുഗറും പ്രഷറും എല്ലാം സാധ്യത കൂടുതലാണ് അല്ലേ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന റിലേഷൻഷിപ്പുകൾ നമ്മൾ സെക്കൻഡിലാണ് തകർക്കുക. സെക്കൻഡിൽ ദേഷ്യം പോലെ സെക്കൻഡിൽ റിലേഷൻഷിപ്പുകൾ ഇല്ലാണ്ടാവും. അപ്പം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റേർണൽ സ്ട്രെങ്ത് കൂടുന്നത് കാരണം ഇമോഷൻസിൻ്റെ മേലെ നിയന്ത്രണം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം മെഡിറ്റേഷൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും സ്വയം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അപ്പം മെഡിറ്റേഷൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, ഇതൊക്കെ സിസ്റ്ററേക്കാളും ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് കുറച്ച് സമയം മെഡിറ്റേഷൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പം മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എനിക്കാണ്. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം എനിക്കെൻ്റെ മനസ്സിൽ എനിക്കെന്നെ മനസ്സിലാക്കിയാലേ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. കാരണം മനസ്സുകൊണ്ടാണല്ലോ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. അപ്പം മനസ്സിനെ മനസ്സിലാക്കിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെഡിറ്റേഷനും ചെയ്യാൻ പറ്റുള്ളൂ. എന്താ മനസ്സ്? വാട്ട് ഈസ് മൈൻഡ്? ആര് പറയും? ആ, എഴുന്നേറ്റെന്ന് പറയുമോ പറയുന്ന ആൾ? എന്താ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാണ് മനസ്സെന്ന് പറയുന്നത്? ആര് പറയും? ആ, പറയൂ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളിൽ ഒരാൾ തന്നെയാണ് സിസ്റ്റർ. മനസ്സുണ്ടോ? മനസ്സുണ്ടോ? നമ്മൾ പറയാറില്ലേ എനിക്ക് മനസ്സില്ല, ഇപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യില്ല, എനിക്ക് മനസ്സില്ല, അത് ചെയ്യാൻ എനിക്കിപ്പോൾ മനസ്സില്ല. അപ്പം മനസ്സുണ്ട് എന്നുള്ളതിൻ്റെ ഫീലിംഗ്, അതിൻ്റെ പ്രൂഫ് എന്താ? എന്താ പ്രൂഫ്? മനസ്സുണ്ട്, അതിൻ്റെ പ്രൂഫ് എന്താ? അതിൻ്റെ പ്രൂഫാണ് തോട്ട്സ് അല്ലേ? വിചാരങ്ങൾ വരുന്നുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ, ചിന്തകൾ വരുന്നില്ലേ? അപ്പം ചിന്തകൾ നടക്കുന്നത് എവിടെയാണ്? മനസ്സിലാണ് അല്ലേ? അപ്പോൾ മനസ്സുള്ളതിൻ്റെ പ്രൂഫാണ് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ തോട്ട്സ് ഉണ്ടാകുന്നത് എവിടെയാണോ അതിനെയാണ് മൈൻഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം അതാണ് മനസ്സ്. അപ്പോൾ ഈ തോട്ട്സ് എവിടെ ഉണ്ടാവണേ? മനസ്സിലെ. അപ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്ന സാധനം എവിടെ ഇരിക്കണേ? ബോഡി ഓപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയാണ് മനസ്സിരിക്കണമെന്ന്? ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അത് സാധനം എവിടെ ഇരിക്കണേ? സാധനം എവിടെ ഇരിക്കണം? മനസ്സെന്ന് പറയുന്ന ഓർഗൻ എവിടെ ഇരിക്കണേ? എവിടെയാ? നമ്മൾ പറയാറില്ലേ, നോക്കൂ, ഇപ്പോൾ സിസ്റ്റർ പറയാണ് എൻ്റെ കൈ, അങ്ങനെയല്ലേ പറയണേ? ആണല്ലോ, എൻ്റെ കൈ. ഇതാരുടെ കൈ? അപ്പോൾ ആരാ ഞാൻ? എൻ്റെ കൈ എന്നല്ലേ പറയണേ? അപ്പോൾ ഈ കൈ ആരുടെയാ? മാം. അപ്പോൾ മാഡം ആരാ? മാഡം ആരാ? ഇതെൻ്റെ കൈയല്ലേ, ഞാൻ കൈയല്ലല്ലോ. അപ്പം ആരാ ഞാൻ? ഹൂ ആം ഐ?
ഒരു 30 സെക്കൻഡ് എല്ലാവരും സൈലൻസിലിരുന്നിട്ട് അവരോടൊരു ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചു നോക്കും. കംപ്ലീറ്റ് സൈലൻസ്. കണ്ണുകളടച്ച് അവരവരോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ഹൂ ആം ഐ? ആരാണ് ഞാൻ? എന്തുത്തരം കിട്ടി? ആര് പറയും? എന്തുത്തരം കിട്ടി? ജസ്റ്റ് ഷെയർ ചെയ്യൂ. ആര് പറയും? നിങ്ങളോട് സിസ്റ്റർ ചോദിക്കുക, താങ്കൾ ആരാണ് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? എന്ത് പറയും? പേര് പറയും അല്ലേ? പേര് പറയുമ്പോഴും നമ്മൾ എന്താ പറയുക? മൈ നെയിം ഈസ് അല്ലേ? ഇപ്പോൾ സിസ്റ്റർ പറയണ മൈ നെയിം ഈസ് മീന, അങ്ങനെയല്ലേ പറയാം? അപ്പോഴും പറയണ എൻ്റെ പേരെന്നാണ്. ഞാൻ പേരെന്ന് പറയില്ലല്ലോ, ഇല്ല, എൻ്റെ പേര്. അപ്പോൾ ബോഡി തന്നെ നോക്കൂ, മൈ ബോഡി. അപ്പോൾ ഈ ശരീരം ആരുടേതാണ്? എൻ്റേത്. അപ്പോൾ ആരാ ഞാൻ? അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഞാൻ, ഹൂ ആം ഐ? ഈ ബോഡി മൈ ബോഡി, ബ്രെയിൻ മൈ ബ്രെയിൻ, മൈ ഹാൻഡ്, എല്ലാം മൈ മൈ എന്നല്ലേ പറയണേ. സോ ഹൂ ആം ഐ? ഹൂ ആം ഐ? എൻ്റെ ശരീരം എന്നല്ലേ പറയണേ, ഞാൻ ശരീരം എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ എന്ന് പറയുന്നത് ആരാ? അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ പേര് പറയും, അതല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഡോക്ടറിന് പഠിക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ ഇവിടുത്തെ ടീച്ചറാണ്. അപ്പം നമ്മൾ പറയുന്ന പേര് അല്ലെങ്കിൽ പൊസിഷൻ പറയും. ഡോക്ടറാണ്, എൻജിനീയറാണ്, അല്ലെങ്കിൽ ഞാൻ അല്ലേ മെയിലാണ്, ഫീമെയിലാണ്, അല്ലെങ്കിൽ ഹിന്ദുവാണ്, മുസൽമാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയും, അല്ലെങ്കിൽ നമ്മുടെ നാഷണാലിറ്റി നമ്മൾ പറയും അല്ലേ, കേരളീയനാണ്, മലയാളിയാണ്, ഇന്ത്യനാണ്. ഇതെല്ലാം നമ്മൾ പറയും എൻ്റെ എന്നല്ലേ പറയാം, മൈ. അപ്പോൾ ഐ ആര്? ഇതൊക്കെ എൻ്റെ എന്നല്ലേ പറയണേ. എൻ്റെ രാജ്യം, എൻ്റെ പേര്, എൻ്റെ പൊസിഷൻ അല്ലേ, എൻ്റെ ജെൻഡർ. സോ ഹൂ ആം ഐ? ആരാ ഞാൻ? ഇതെല്ലാം എൻ്റേതാണ്. അപ്പോൾ ആരാ ഞാൻ? ആരാ പറയേണ്ടത്? ഞാൻ എന്ന് പറയുന്നത് ഈ പേരും പൊസിഷനും എല്ലാം നാഷണാലിറ്റി എല്ലാം മാറ്റിവെച്ച പിന്നെ ആരാ ബാക്കിയുള്ളത്? ഹിന്ദു, മുസൽമാൻ. ഇപ്പം നിങ്ങൾ ഈ കോട്ടിട്ടിരിക്കുന്നത് പോലെ ഇതൊരു ഓവർ കോട്ട് ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ, ഇതുപോലെ ഒരു ഓവർ കോട്ടാണ് എൻ്റെ പേര്, എൻ്റെ ജാതി, എൻ്റെ മതം. കുറേ ഓവർ കോട്ടുകളാണ്. ഈ കോട്ടെല്ലാം അഴിച്ചു വെച്ചാൽ ബാക്കിയുള്ളത് ആരാണ്? ഇതെല്ലാം മാറ്റിവെച്ച ബാക്കി ഈ ശരീരം എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, ഇത് 5 എലമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് മണ്ണാണ്, മണ്ണിലേക്ക് പോകുന്നു പറയും അല്ലേ. ഇത് മണ്ണാകും. മണ്ണാകാത്തതായിട്ട് നമ്മളിൽ ബാക്കി എന്താ ഉള്ളത്? മണ്ണാകാത്തതായിട്ടുള്ളത് എന്താണ്? മണ്ണാകാത്തത് എന്താണ്? ആത്മാവുണ്ട്. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് 5 എലമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടത്. ഇത് മണ്ണോട് ചേരും. പക്ഷെ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു എനർജി, പോയിൻ്റ് ഓഫ് എനർജി, ആ എനർജിയാണ് ഈ ബോഡിയെ പ്രവർത്തിപ്പിക്കുന്നത്. ആ ഊർജത്തിനെയാണ് നമ്മൾ ആത്മാവ്, അല്ലെങ്കിൽ ബൈബിളിൽ സ്പിരിറ്റ് എന്ന് പറയും, ഖുറാനിൽ റൂഹ് എന്ന് പറയും. ഈ വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നത് ഈ കോൺഷ്യസ് എനർജിയാണ്, പോയിൻ്റ് ഓഫ് എനർജി. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യനെ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുക അല്ലേ. കാരണം ഈ ശരീരം എന്ന് പറയുന്നത് പേളും ഷെല്ലും പോലെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പേള്, ഷെല്ല്. ബോഡി എന്ന് പറയുന്നത് ഷെല്ലാണ്. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന പേളാണ് ഊർജം. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അതാണ്.
ഡ്രൈവറും കാറും പോലെ, അല്ലെങ്കിൽ ഒരു ഹൗസും ഹൗസ് ഓണറും പോലെ ആണ് ബോഡിയും ആത്മാവും. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ്, പക്ഷെ ഷെല്ലാണെന്നുള്ള കോൺഷ്യസിലെ ജീവിതം. ഡ്രൈവറുണ്ട്, പക്ഷെ കാറാണെന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കണേ. ഹൗസുണ്ട്, ഹൗസ് ഓണറുണ്ട്, പക്ഷേ ഞാൻ ഈ ഹൗസാണെന്നുള്ള കോൺഷ്യസ്നെസ്സിലാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതത്തെയാണ് എന്ത് പറയുന്നത്? ബോഡി കോൺഷ്യസ് ലിവിങ്, ഭോഗി ജീവിതം എന്ന് പറയും. നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, ആയുർവേദത്തിലുണ്ട് യോഗി, ഭോഗി അല്ലേ, പിന്നെ രോഗി. 3 തരത്തിലാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെഡിറ്റേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യുക അർത്ഥം ഈ ബോഡി കോൺഷ്യസ്നെസ്സിൽ നിന്ന് സോൾ കോൺഷ്യസ്നെസ്സിലേക്കുള്ള ഷിഫ്റ്റാണ്. കോൺഷ്യസ് ഷിഫ്റ്റ്. ഞാൻ ഈ ഷെല്ലിൽ നിന്ന് പേളാണ്, കാറിൽ നിന്ന് ഡ്രൈവറാണെന്നുള്ള കോൺഷ്യസ്നെസ്സിലേക്ക്, വീടാണെന്ന കോൺഷ്യസ്നെസ്സിന് പകരം ഞാൻ വീടിൻ്റെ ഓണറാണെന്നുള്ള കോൺഷ്യസ് ഷിഫ്റ്റ്. ഇതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ. അപ്പോൾ ബോഡി കോൺഷ്യസ് ലിവിങ്ങിന് പകരം സോൾ കോൺഷ്യസ് ലിവിങ്. അപ്പോൾ സോൾ കോൺഷ്യസ് ലിവിങ്ങിൻ്റെ പേരാണ് മെഡിറ്റേഷൻ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആത്മാവാകുന്ന ഈ ഊർജം ഇതിനെ നമുക്ക് വെള്ളത്തിന് നനയ്ക്കാനോ തീക്ക് കത്തിച്ച് കളയാനോ കാറ്റിന് ഉണക്കാനോ ഒന്നും കഴിയില്ല. കാരണം എനർജിയാണ്. ബോഡിയാണെങ്കിലോ ഇത് നശിക്കുന്നതാണ്. ഇത് തീ കത്തിച്ച് കളയും അല്ലേ, വാളുകൊണ്ട് വെട്ടി മുറിക്കാം, കാറ്റുണക്കും. അതുകൊണ്ടാണല്ലോ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് രോഗങ്ങൾ ഉണ്ടാകണം. കാരണം 5 എലമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതുകൊണ്ട് 5 എലമെൻറ്റ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ആരുടെ മേലെ ഉണ്ടാവും? ഇൻഫ്ലുവൻസ് നമ്മുടെ ബോഡിയിലുണ്ടാകും. അപ്പോൾ മഴക്കാല രോഗം, മഞ്ഞുകാല രോഗം, വേനൽക്കാല രോഗം അല്ലേ, ആ രോഗങ്ങൾക്കനുസരിച്ച് ചികിത്സ. പക്ഷേ ഇതൊന്നും ബാധിക്കാത്ത ഊർജമാണ് ആത്മാവ്. അപ്പം ഈ ഊർജം ഇതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെഡിസിനിലും പഠിക്കുമ്പോൾ പറയാറുണ്ടല്ലോ, നമ്മൾ ഈ ശരീരത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്ര തന്നെ ചെയ്യുമ്പോഴും രോഗികൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അറിയാം. ഇപ്പം ചിലർക്ക് അസുഖം വന്നാൽ നമ്മൾ ചികിത്സ കൊടുക്കുമ്പോൾ പെട്ടെന്ന് സുഖമാക്കും. അതേ രോഗം ചിലർക്ക് നമ്മൾ അതേ ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുത്താലും ചിലർക്ക് ഹീലാവാൻ കൂടുതൽ സമയമെടുക്കും. എന്താ വ്യത്യാസം? മനസ്സിൻ്റെ അവസ്ഥയുടെ വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എഫക്റ്റ് ചെയ്യും. പക്ഷേ ഈ ശരീരമാകുന്ന ഈ ഉപകരണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ശരീരത്തെ ഇതിനെ നിയന്ത്രിക്കുന്ന ചേതനശക്തി ആത്മാവ്, ഈ ഊർജത്തിൻ്റെ കൺട്രോളിലാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റം, ബോഡി സിസ്റ്റം മുഴുവൻ. ഈ കണ്ണുകൊണ്ട് കാണുന്നത്, കാതുകൊണ്ട് കേൾക്കുന്നത്, വായിൽ കൂടി സംസാരിക്കുന്നത്. ഇപ്പോൾ സിസ്റ്റർ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ എന്ത് പറയും? ഞാൻ സംസാരിക്കുന്നു, അങ്ങനെയല്ലേ നമ്മൾ പറയണേ. ഞാൻ കേട്ടു, ഞാൻ കണ്ടു, അങ്ങനെയല്ലേ പറയുക. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്, അങ്ങനെയല്ലേ പറയണേ. സുഖമായി ഞാൻ ഈ കണ്ണ് ജനലുകൾ മാത്രമാണ്. ഇതിൽ കൂടി കാണുന്നത് ഈ എനർജിയാണ്, ആ പോയിന്റ് ഓഫ് എനർജിയാണ്. കാത് കേൾക്കാൻ സഹായിക്കുന്ന ഉപകരണം മാത്രമാണ്. ഈ മൈക്ക് പോലെ. ഈ മൈക്കല്ലല്ലോ സംസാരിക്കണാണോ? അല്ല. മൈക്കാരെ ഉപയോഗിക്കണേ? സിസ്റ്റർ മൈക്കിലൂടെ സംസാരിക്കുകയാണ് അല്ലേ. കേൾക്കുന്ന സ്പീക്കറാണോ കേൾക്കണേ? സ്പീക്കറിലൂടെ സൗണ്ട് നിങ്ങളുടെ കാതിൽ വരികയാണ്. കാതാണോ കേൾക്കണേ? അല്ല, കാതിലൂടെ കേൾക്കുകയാണ്. ആരെ കേൾക്കണേ? ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാ. സ്വര ഞാൻ the being. സോ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സെൻസ് ഓർഗൻസിൻ്റെ കോൺഷ്യസ്നെസ്സിൽ നിന്ന് റിയൽ കോൺഷ്യസ്നെസ്സിലേക്ക്, ബോഡി കോൺഷ്യസിൽ നിന്ന് സോൾ കോൺഷ്യസ്നെസ്സിലേക്കുള്ള ഷിഫ്റ്റ്, അതാണ് മെഡിറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ കോൺഷ്യസ് ഷിഫ്റ്റ് നടക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെൻസ് ഓർഗൻസിൻ്റെ എല്ലാം മേലെ കൺട്രോൾ ഉണ്ടാവും. ഇപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കണേ? പറഞ്ഞതിന് ശേഷം, വാക്ക് വീണതിന് ശേഷം പിന്നെ നമുക്ക് ടെൻഷൻ ചെയ്യും. അപ്പം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അപ്പം ഞാൻ എൻ്റെ നാവിൽ ഇത്തിരി നിയന്ത്രണം കൊണ്ടുവന്നാൽ മതിയായിരുന്നു. പക്ഷെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും അല്ലേ സംഭവിക്കേണ്ടതെല്ലാം ബോംബ് സ്ഫോടനമൊക്കെ ഉണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ഇല്ലല്ലോ. സോ സെൻസ് ഓർഗൻസിൻ്റെ മേലെ കൺട്രോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ കൺട്രോളിങ് പവർ ഞാനാണ്. പവർ ആരാണ്? ഞാൻ. ഐ ദ ബീയിങ്. അതുകൊണ്ടാണ് നമ്മളെ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. നമ്മളിൽ ഹ്യൂമസ് പാർട്ടുമുണ്ട്, ബീയിങ് പാർട്ടുമുണ്ട്. ഏതാ ഹ്യൂമസ് പാർട്ട്? ബോഡിയാണ് ഹ്യൂമസ് പാർട്ട്. കാരണം ഇത് 5 എലമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ ശരീരമാകുന്ന 5 എലമെൻറ്റ്സിൻ്റെ ഉള്ളിലാണ് ആത്മാവാകുന്ന ചൈതന്യം ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ മെഡിറ്റേഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ കോൺഷ്യസ് ഷിഫ്റ്റിലേക്ക് പോകാം. ബോഡി കോൺഷ്യസ് നിന്ന് സോൾ കോൺഷ്യസ്നെസ്സിലേക്കുള്ള ഷിഫ്റ്റ്. നിവർന്നിരിക്കാം. റിലാക്സ്ഡ് ആയിട്ടിരിക്കും. 2 കാലുകളും താഴെ സ്ട്രെയിറ്റായി, ബാക്ക് ബോൺ സ്ട്രെയിറ്റ്. മെഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും മൈൻഡിൽ ഒരേ തോട്ട്സ് ഉണ്ടാകാൻ കുറച്ച് പോസിറ്റീവ് തോട്ട്സ്, ഈ കോൺഷ്യസ് ഷിഫ്റ്റിന് സഹായിക്കുന്ന തോട്ട്സ് പറയാം. അപ്പം നിങ്ങളത് കേൾക്കുന്നതിനോടൊപ്പം മനസ്സാകുന്ന കണ്ണാടിയിൽ കാണാനും കൂടി ശ്രമിക്കാം. കാണാമല്ലോ, അകക്കണ്ണിൽ നമുക്കെല്ലാം കാണാം. അകക്കണ്ണിൽ എന്ത് കാണുന്നു അതിൻ്റെയാണ് ഫീലിംഗ് ഉണ്ടാകുക, അതിൻ്റെയാണ് ഫീലിങ്സ് ഉണ്ടാകുക. സോ മെഡിറ്റേഷനിലെ ഫീലിങ്സ് എപ്പോൾ ഉണ്ടാകും? കേൾക്കുന്നതിനോടൊപ്പം അതിൻ്റെ ചിത്രം നമ്മുടെ ഉള്ളിൽ പതിയണം. വിഷ്വലൈസേഷനുള്ളിൽ ചെയ്യും. സ്വസ്ഥമായി ശ്രദ്ധ കാൽപാദങ്ങളിലേക്ക് കൊണ്ടുവരും. മനസ്സുകൊണ്ട് ഇരുകാലുകളും കാണും. അകക്കണ്ണിൽ ഇരുകാലുകളും വളരെ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. കഴുത്തിന് താഴെ ഫുൾ ബോഡിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. മനസ്സാകുന്ന കണ്ണിൽ സ്വന്തം ശരീരത്തെ കാണും. ടോട്ടൽ ബോഡി റിലാക്സ്ഡ് ആണ്. ഇനി ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരും. ശ്വാസം എടുക്കുന്നതും കളയുന്നതും ഫീൽ ചെയ്തോട് ചെയ്യും. നോർമൽ ബ്രീത്ത് തന്നെ ഫീൽ ചെയ്യും. അറിഞ്ഞുകൊണ്ട് ശ്വസിക്കും. ഇനി ശ്രദ്ധയെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുപോകാം. ഹോമമായി ആരണിഞ്ഞ് ഞാൻ ഈ കാണുന്ന ദേഹമാണ്, ഇതെൻ്റെ ശരീരമാണ്. കണ്ണാടിയിൽ കാണുന്ന മുഖമാണോ ഞാൻ? ഇതെൻ്റെ മുഖമാണ്, എൻ്റെ ബ്രെയിനാണ്. ഫുൾ ബോഡി എൻ്റേതാണ്. അപ്പോഴാണ് ഞാൻ. ശരീരമാകുന്ന ഈ വാഹനത്തിൻ്റെ ഡ്രൈവറാണ് ഞാൻ. ഞാനാണ് കാണുന്നത്, ഞാൻ തന്നെയാണ് കേൾക്കുന്നത്, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോഴാരാണ് ഞാൻ? ശരീരമാകുന്ന ഈ വാഹനത്തെ നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ് ഞാൻ. ഡ്രൈവർ എവിടെയാണ് ഇരിക്കുന്നത്? ഡ്രൈവിംഗ് സീറ്റ്. ഡ്രൈവിംഗ് സീറ്റാണ് ബ്രെയിൻ. ശ്രദ്ധ
ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ പൊട്ടുവയ്ക്കുന്ന സ്ഥാനത്ത് തലച്ചോറിനുള്ളിൽ ഹൈപ്പോതലാമസിനടുത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനടുത്ത് പോയിന്റ് ഓഫ് എനർജി pure light, divine light. ആത്മീയ ഊർജമണിഞ്ഞ് ശിരോമധ്യഭാഗത്ത് പ്രകാശിക്കുന്ന ഒരു കിടാവളം കണിഞ്ഞ് ശരീരം ഒരു ഷെല്ലാണ്, ഞാനാണ് ഇതിനുള്ളിലിരിക്കുന്നത്. മുത്ത് ദേഹം ഒരു കെട്ടിടം മാത്രമാണ്, ഞാനാണ് ഇതിനുള്ളിലിരിക്കുന്നത്. ശരീരം ഒരു കൂട് മാത്രമാണ്, ഞാനാണ് ഈ കൂട്ടിലിരിക്കുന്ന കിളി. ദേഹം ഒരു വിളക്ക് മാത്രമാണ്, ഞാനാണിതിലെ ദീപം, ആത്മദീപം. പുരിക മധ്യത്തിൽ പ്രകാശിക്കുന്ന ഡിവൈൻ ലൈറ്റ്, ദിവ്യമായ ഊർജം, പോയിന്റ് ഓഫ് എനർജി. ഞാനാണ് എനർജി, സ്പിരിച്വൽ എനർജി. എന്നിലാണ് എനർജി, ശക്തി എന്നിലാണ്. ഞാനാണ് ലൈറ്റ്, ശരീരമാകുന്ന ഈ കെട്ടിടത്തിൽ മുഴുവൻ വെളിച്ചം കൊടുക്കുന്ന സ്പിരിച്വൽ എനർജി. ഞാനൊരു ലൈറ്റാണ്, ഡിവൈൻ ലൈറ്റ്. എന്നിലുള്ളത് വൈറ്റാണ്, പവേഴ്സാണ്, എനർജിയാണ്, ഊർജമാണ്, ശക്തിയാണ്, ബലമാണ്, കരുത്താണ്. I am a powerful being. I am a divine being. ശിരസിൻ്റെ മധ്യഭാഗത്തിരുന്നുകൊണ്ട് ഈ ശരീരമാകുന്ന വണ്ടി മുഴുവൻ നിയന്ത്രിക്കുന്നത് ഞാനാണ്. കണ്ണിലൂടെ കാണുന്നത് ഞാനാണ്, കാതിലൂടെ കേൾക്കുന്നതും ഞാൻ തന്നെയാണ്. ആത്മാവായ എന്നിലെ സ്പിരിച്വൽ പവേഴ്സ്, സ്പിരിച്വൽ എനർജി ബ്രെയിനിൽ നിന്ന് നാഡീഞരമ്പുകളിലൂടെ ഫുൾ ബോഡിയിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിവൈൻ എനർജി, ഡിവൈൻ ലൈറ്റ് ശിരസ് മുഴുവൻ ആ പ്രകാശം നിറഞ്ഞ് തലച്ചോറും അനുബന്ധ ഭാഗങ്ങളും ഫുൾ ആൻഡ് ഫുള്ളായി പ്രകാശം നിറഞ്ഞ് എനർജറ്റിക് ആയിരിക്കുകയാണ്. ഡിവൈൻ എനർജി, സ്പിരിച്വൽ പവർ.
ആ ഡിവൈൻ എനർജി ശിരസിൽ നിന്ന് മുഖത്തേക്ക് സെൻസ് ഓർഗൻസുകളിലേക്കെല്ലാം എനർജി സ്പ്രെഡായി ആ സ്പന്ദനങ്ങൾ വൈബ്രേഷൻസ് നാഡിഞരമ്പുകളിലൂടെ കേശാദിഭാഗം ശിരസിൽ നിന്ന് പാദം വരെ ഫുൾ ബോഡിയിലേക്ക് ലൈറ്റ് ഡിവൈൻ ലൈറ്റ്, ഈ ലൈറ്റ് ഫുൾ മൈറ്റാണ്. ഫുൾ ബോഡി ലൈറ്റ് ബോഡിയെ സൂക്ഷ്മമായ ഓറയിൽ ഡിവൈൻ എനർജിയായി പൊതിഞ്ഞ് ഒരു മലാഖയെ പോലെ മനസ്സും ലൈറ്റ്, ശരീരവും ലൈറ്റ്, ഞാനൊരു ലൈറ്റാണ്, ഞാനൊരു മൈറ്റാണ്. I am a powerful light, divine light, a divine being. I am a human being. Om Shanti. ഇപ്രകാരം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ, പഠിക്കുന്ന സമയത്താണെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഇതൊരു കർമ്മയോഗമാക്കി മാറ്റാം. ഇതിനു വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ടൈം വേണമെന്നില്ല. മെഡിറ്റേഷനിൽ കേവലം ഒരു കോൺഷ്യസ് ഷിഫ്റ്റിൻ്റെ ആവശ്യമുണ്ട്. ജോലി ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? പഠിക്കുമ്പോൾ എങ്ങനെ ചെയ്യും? മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യും? പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സെൽഫ് സ്റ്റഡിക്കായിട്ടിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ബുക്ക് തുറക്കുന്നതിന് മുമ്പ് എവിടെയാണോ ഇരുന്ന് പഠിക്കണേ നിങ്ങളുടെ ചെയറിൽ സെറ്റായതിനു ശേഷം കോൺഷ്യസ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ബോഡിയിൽ നിന്ന് ഈ ഡിവൈൻ ലൈറ്റ് ആണെന്നുള്ള കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താകും? നമ്മുടെ മൈൻഡ് പീസ്ഫുള്ളാകും. മൈൻഡ് പീസ്ഫുള്ളാകുമ്പോൾ എന്താവും? നമ്മുടെ ബുദ്ധി, ഇൻ്റലക്റ്റ് പവർഫുള്ളായിട്ട് മാറും. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കൂടെ യോജിപ്പിൻ്റെ പേരാണ് എന്ത്? കോൺസെൻട്രേഷൻ. മനസ്സിലെന്ത് വിചാരിച്ചു? പുസ്തകത്തിലെ ഫസ്റ്റ് പേജ്, ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ പഠിക്കാൻ വേണ്ടി എടുത്തു വെച്ചതിലേക്ക് വായിക്കുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിൽ പതിയണമെങ്കിൽ എന്ത് വേണം? ആ ബുദ്ധിയും കൂടെ അവിടെ നിൽക്കണം. ബുദ്ധിയിൽ വേറെ ചിത്രം ഉണ്ടാകുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഇല്ല പറയണത്. അപ്പം നമ്മൾ എപ്പോഴും പറയാറുണ്ട് കോൺസെൻട്രേഷൻ വേണം. മനസ്സ് നിൽക്കണില്ല, മനസ്സ് അലയുകയാണ്. അലയുന്ന മനസ്സിനെ എങ്ങനെയാണ് കെട്ടിയിടുക? മനസ്സിന് കടിഞ്ഞാണില്ല എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ മനസ്സിന് കടിഞ്ഞാണുണ്ട്. കടിഞ്ഞാൺ ആരുടെ കയ്യില്ല?
എൻ്റെ മനസ്സെന്നാണ് പറയുക. അപ്പം മനസ്സാരുടെ? ഇനി നിങ്ങൾ പറയൂ, മനസ്സാരുടെ? എൻ്റെ. ആരാ ഞാൻ? ഐ, ദ സോൾ, ദ ബീയിങ്. ഈ ഡിവൈൻ ബീയിങ്ങിൻ്റെയാണ് മനസ്സ്. ഡിവൈൻ ബീയിങ്ങിലാണ് മനസ്സെന്ന് പറയുന്നത്. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സ് കാണില്ല, ശരീരത്തിൻ്റെ ഉള്ളിൽ ബ്രെയിൻ കാണാം. പക്ഷെ ബ്രെയിനിൻ്റെ ഉള്ളിലാണ് ആരിയിരിക്കുന്നത്? ഡ്രൈവർ ഇരിക്കുന്നത്. അപ്പോൾ ആ ഡ്രൈവറുടെ കപ്പാസിറ്റിയാണ് മനസ്സെന്ന് പറയുന്നത്, തിങ്കിങ് കപ്പാസിറ്റി. എപ്പോഴാണോ ആത്മാവിൽ ചിന്തകൾ ഉണ്ടാകണം, ഈ ഡിവൈൻ പവറിൻ്റെ ഉള്ളിൽ തോട്ട്സ് ഉണ്ടാകണം. ആ തോട്ട്സ് ഉണ്ടാകുന്ന പ്രോസസ്സിൻ്റെ, ഈ ഡ്രൈവറുടെ ഉള്ളിൽ തോട്ട്സ് ഉണ്ടാക്കുമ്പോൾ ആ തോട്ട്സ് ഉണ്ടാകുന്ന പ്രോസസ്സിൻ്റെ പേരാണ് മൈൻഡ്. എപ്പോഴാണോ ഈ ഡ്രൈവറുടെ ഉള്ളിൽ ഡിസിഷൻ മേക്കിങ്സ് നടക്കണം, അതിൻ്റെ പേരാണ് ബുദ്ധി എന്ന് പറയുന്നത്. പിന്നെ ഈ ഡ്രൈവറുടെ ഉള്ളിൽ അടുത്തതാണ് ഇംപ്രഷൻസ്, ഹാബിറ്റ്, സ്വഭാവം, ശീലം ഒക്കെ പറയില്ലേ നമ്മൾ. അതവരുടെ സ്വഭാവം, അത് ചെയ്യാനാ, മാറില്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെയാണ് സംസ്കാരം, ശീലം, ഹാബിറ്റ് എന്നൊക്കെ നമ്മൾ പറയണം. അപ്പം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ മൂന്നും, മൈൻഡ്, ഇൻ്റലക്റ്റ്, സംസ്കാരം അല്ലെങ്കിൽ സ്വഭാവം, ശീലം, ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ കൺട്രോളിങ് പവർ, കൺട്രോളർ അഥവാ കടിഞ്ഞാണ് ആരുടെ കയ്യിലാണ്? ആരുടെ കയ്യിലാണ്? ഈ ഡിവൈൻ ബീയിങ്ങിൻ്റെ കയ്യിലാണ്. സോ നമ്മൾ ആ ഡിവൈൻ ബീയിങ് ആണ്. ഞാനാണ് ഡ്രൈവർ, മനസ്സ് എൻ്റെയാണ്, ബുദ്ധി എൻ്റെയാണ്, സ്വഭാവം, ശീലം എൻ്റെയാണ്. എനിക്ക് എന്ത് സ്വഭാവവും ഉണ്ടാക്കിയെടുക്കാം, എന്ത് വേണമെങ്കിലും മാറ്റിയെടുക്കാം. മനസ്സ് എൻ്റെയാണ്. ഇപ്പം കൈ എൻ്റെയാണ്. ഈ കൈ കൊണ്ട് എനിക്കൊരാളെ തല്ലാം, എനിക്കൊരാൾക്ക് ആശീർവാദം കൊടുക്കാം, എനിക്കൊരാളെ തലോടാം. ഇത് കൈ ചെയ്യൂ? കൈ ചെയ്യൂ? ഇല്ല. കൈയല്ല ഇത് ചെയ്യുക. ആരാ ചെയ്യുക? നമ്മളാണ്. ഞാൻ വിചാരിച്ചാൽ ഈ ഡ്രൈവർ ആത്മാവിൻ്റെ ഉള്ളിൽ, ഈ ബീയിങ്ങിൻ്റെ ഉള്ളിൽ എന്ത് തോട്ട്സ് വരുന്നോ, ഒരാളെ കാണുമ്പോൾ എനിക്ക് ഇയാൾക്ക് ആശീർവാദം കൊടുക്കണം, തോട്ട്സ് എവിടെ നിന്നാണ് വരുന്നത്? അകത്തുനിന്നാണ്. അകത്തുനിന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നാണ്? ഇപ്പോൾ മനസ്സിലായില്ലേ എവിടെ തോട്ട്സ് ഉണ്ടാകണേ? ബീയിങ്ങിൽ. അതുകൊണ്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ് എന്ന് പറയണേ. ഇത് ഹ്യൂമസ് പാർട്ട്, ഇത് ബീയിങ് പാർട്ട്. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ സോയിൽ, ബീയിങ് എന്ന് പറഞ്ഞാൽ സോൾ. സോ സോൾ പ്ലസ് സോയിൽ ഈസ് ഈക്വൽ ടു ഹ്യൂമൻ ബീയിങ്. അപ്പോൾ അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മൈൻഡ്, ഈ മൂന്ന് പവറുകളും ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് ആത്മാവ്, അല്ലെങ്കിൽ റൂഹ്, അല്ലെങ്കിൽ ചൈതന്യം, കോൺഷ്യസ്നെസ് എന്നെല്ലാം നമ്മൾ പറയും, എനർജി. അപ്പം ഈ എനർജി, ആത്മാവ് ഈ ബോഡിയുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കണേ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ മൂന്ന് പവറുകളാണ് ഈ ഡ്രൈവറുടെ കയ്യിലുള്ളത്. അതിൽ ഫസ്റ്റാണ് ഈ ഡ്രൈവറുടെ ഏറ്റവും നിയറസ്റ്റ് ബോഡിയുമായിട്ടുള്ള കണക്ഷൻ നമ്മുടെ നടക്കുന്നത് മൈൻഡിലൂടെയാണ്, തോട്ട്സിലൂടെയാണ്, തോട്ട് സിസ്റ്റത്തിലൂടെയാണ്. അപ്പോൾ തോട്ട്സ് എപ്പോൾ ഈ ഡ്രൈവറുടെ ഉള്ളിൽ ഉണ്ടാകുന്നു, അപ്പോഴാണ് നമ്മൾ ഡ്രൈവറുടെ തന്നെ പേര്, ആത്മാവിൻ്റെ തന്നെ പേരാണ് മൈൻഡ് എന്ന് പറയണം. തോട്ട്സ് പലതരത്തിലുണ്ടാവും. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, വേസ്റ്റ് ഉണ്ട്, നെസസറി ഉണ്ട്. തോട്ട്സ് എങ്ങനെ ഉണ്ടാവണേ? തോട്ട്സ് ഉണ്ടാകുന്നതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ട്രിഗേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ചിന്തകൾ ഉണ്ടാകും. ഒരാൾ നമ്മളോട് മോശമായി പെരുമാറി, അപ്പോൾ നമ്മുടെ ഉള്ളിൽ തോട്ട്സ് വരും, അല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് തന്നു, എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിന്ത. അപ്പോൾ ചിന്തകൾ ഉണ്ടാകുന്നതിന് പല കാരണങ്ങൾ, അതാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻപുട്സ് എങ്ങനെയുള്ളത് വരുന്നു, അതിനനുസരിച്ചാണ് ഔട്ട്പുട്ട്സ്, തോട്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ തോട്ട്സിൽ ഈ 4 തരത്തിലുള്ള ചിന്തകൾ വരും: പോസിറ്റീവ്, നെഗറ്റീവ്, വേസ്റ്റ്, നെസസറി. സോ മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഡ്രൈവർ കോൺഷ്യസ്നെസ്സിൽ നമുക്ക് പോസിറ്റീവ് തോട്ടുകളുടെ എണ്ണം കൂട്ടുമ്പോൾ നെഗറ്റീവ്, വേസ്റ്റ് കുറയും. നെസസറി മീൻസ് നമുക്ക് ഡെയിലി റുട്ടീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ദിവസവും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് രാവിലെ ക്ലാസ്സിലേക്ക് വരണം. രാവിലെ എത്ര മണിക്കാണ് ക്ലാസ് തുടങ്ങണേ? 8 മണിക്ക്. എത്ര മണിക്ക് എഴുന്നേക്കും? 7 മണിക്ക്, 5 മണിക്ക്, 6 മണിക്ക്, 5:30. ശരി, എഴുന്നേറ്റ് റെഡിയായി, കുളിച്ച് റെഡിയായതിന് ശേഷം നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അലമാരയിലേക്ക് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലോ ഹോസ്റ്റലിൽ എവിടെയാണോ ഇന്ന് ഏത് ഡ്രസ്സ് ഇടണം. കാരണം യൂണിഫോം ഉണ്ടോ ഇല്ലെന്ന് തോന്നുന്നല്ലേ ഇവിടെ. അപ്പോൾ ഏത് കളർ ഡ്രസ്സും ഇടാം. അപ്പോൾ ഇന്ന് ഇത് എടുക്കണോ, നമുക്ക് ഒരു ജോഡി ഡ്രസ്സേ ഇടണ്ടോ. പക്ഷേ അതിൻ്റെ പിന്നിൽ എത്ര തോട്ട്സ് വർക്ക് ചെയ്യും? ആക്ഷനിലേക്ക് വരുന്നത്
ഒരു തോട്ടേ ആക്ഷനിലേക്ക് വരുള്ളൂ. പക്ഷെ അതിനുവേണ്ടി എത്ര സമയം നമ്മൾ എത്ര തോട്ട്സ് ക്രിയേറ്റ് ചെയ്തോ, ഒരു തോട്ട് ഒഴികെ ബാക്കിയെല്ലാം ഇതിലേക്ക് പോവും. നെസസറിയാണ് ഒരു ജോഡി ഡ്രസ്സ് എടുത്തിടണം, നെസസറി തോട്ടാണ്. പക്ഷെ അത് ടു മച്ച് ആയി എന്താവും, വേസ്റ്റിലേക്ക് പോകും. അങ്ങനെയാണ് വേസ്റ്റ് വരുന്നത്. നമുക്ക് ചിന്തകൾ, വേസ്റ്റ് തോട്ട്സ് കൂടും. അങ്ങനെ കൂടി വേണ്ടാത്ത ചിന്തകളെല്ലാം അടിഞ്ഞടിഞ്ഞ് നമ്മുടെ എനർജി പോകും. കാരണം തോട്ട്സ് വേസ്റ്റ് ആകുമ്പോൾ എനർജി പോവും. കാരണം ഓരോ തോട്ടിനും എനർജി ഉണ്ട്. തോട്ടെന്ന് പറഞ്ഞാൽ എനർജിയാണ്. പിന്നെ സമയം പോവും, സമയം ഇപ്പോൾ തോട്ട്സ് പഴയാകുമ്പോൾ തോട്ട്സ് മാത്രമല്ല പോണേ, എൻ്റെ കൂടെ സമയവും എനർജിയും വേസ്റ്റ് ആകും ഇല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്? നമ്മുടെ പോസിറ്റീവ് തോട്ട്സ് കൂടുമ്പോൾ നെഗറ്റീവും വേസ്റ്റും കുറയും. അപ്പം സമയം, ഊർജം അല്ലേ, പവർ നമുക്ക് കൂടും. ഇത് മൂന്നും കൂടും. അപ്പം അതേപോലെ അടുത്തതാണ് മനസ്സ്, തോട്ട് പവർ പോലെ അടുത്ത പവറാണ് ബുദ്ധിയുടെ പവർ, നമ്മുടെ ഇൻ്റലക്റ്റിൻ്റെ പവർ. ബുദ്ധിയുടെ ശക്തിയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് തിരിച്ചറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി, നിർണയങ്ങൾ, ജീവിതത്തിൽ ജഡ്ജ്മെൻറ്റുകൾ നമുക്ക് പലതും ചെയ്യേണ്ടി വരും. സെക്കൻഡ് ബൈ സെക്കൻഡ് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷെ പ്രോപ്പറായിട്ട് തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിക്ക് ശക്തി വേണം. ശക്തി കുറവാണെങ്കിൽ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, അതാണോ ശരി ഇതാണോ ശരി, അവരോടും പോയി ചോദിച്ച് ഇവരോടും പോയി ചോദിച്ച് അല്ല, എല്ലായിടത്തും തിരഞ്ഞ് ഫോണിലും നോക്കി ഗൂഗിളിനോടും ചോദിച്ച് മനുഷ്യരോടും ചോദിച്ച് അവസാനം നമ്മുടെ ഉള്ളിലാകെ ആശയക്കുഴപ്പം, ആശങ്ക, കൺഫ്യൂഷൻ. അത് അവർ പറഞ്ഞത് കേൾക്കണോ ഇവർ പറഞ്ഞത് കേൾക്കണോ. ഇപ്പം നമ്മുടെ സമയം എനർജിയും വളരെയധികം ചിന്തയിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും പോയിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ മനസ്സിന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ, ബുദ്ധിക്ക് ശക്തി ഇല്ലെങ്കിൽ നമ്മുടെ സമയവും എനർജിൻ്റെയും ജീവിതത്തിൽ വളരെയധികം പാഴാകും. അപ്പം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മനസ്സ് ശാന്തമാകും, ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഉണ്ടാകും, ബുദ്ധി പവർഫുള്ളാകും. അപ്പോൾ എന്താകും, നമുക്ക് പെട്ടെന്ന് റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കാൻ കഴിയും. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കൂടെ കോർഡിനേഷൻ കുറച്ച് എളുപ്പമാകും. അതിൻ്റെ പേരാണ് കോൺസെൻട്രേഷൻ. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കൂടി പ്രോപ്പർ കോർഡിനേഷൻ നടക്കും. അതിനുശേഷമുള്ള മൂന്നാമത്തെ പവറാണ് റെക്കോർഡിംഗ് സെൻറ്ററാണ്. ഈ ഡ്രൈവറുടെ ഉള്ളിൽ തന്നെയാണ്, ബീയിങ്ങിലാണ് റെക്കോർഡിംഗ് നടക്കുന്നത്. എല്ലാം നല്ലതും കെട്ടതും എല്ലാം നമ്മുടെ ഉള്ളിൽ റെക്കോർഡാകും. എത്ര റെക്കോർഡ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ? നമ്മൾ നോക്കിയാൽ ഒരു 4-5 തരത്തിലുള്ള ഫയൽസ് നമുക്ക് കാണാൻ പറ്റും ഈ റെക്കോർഡറിൻ്റെ ഉള്ളിൽ. അതിൽ ഒന്ന് പാസ്റ്റ് ബർത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന റെക്കോർഡ്സ്, പിന്നെ പേരൻസിൽ നിന്ന് കിട്ടിയ റെക്കോർഡുകളുണ്ട്, പിന്നെ കമ്പനി ആരുടെ കൂടെ നമ്മൾ കൂട്ടുകൂടുന്നു. ഇപ്പോൾ ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക. കുറച്ച് പേര് ക്ലാസ് കേൾക്കും, കുറച്ച് പേര് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അല്ലേ? ആരുടെ കൂടെയാണ് നമ്മൾ കമ്പനി കൂടുന്നത്, അവരുടെ എഫക്റ്റ് നമ്മുടെ മേലെയും ഉണ്ട്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പറയില്ലേ, നല്ല കൂട്ടുകെട്ടുണ്ട്, മോശ കൂട്ടുകെട്ടുണ്ട്, എല്ലാറ്റിലും ഉണ്ട്. മനുഷ്യരിൽ മാത്രമല്ല, പുസ്തകങ്ങളാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാം. അപ്പം നമ്മൾ കമ്പനി ആരുമായിട്ട് കൂടുന്നു, ആ കമ്പനിയിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഡ്രൈവറിൽ ഉണ്ടാകുന്ന എഫക്റ്റ്. അടുത്തതാണ് പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിൽ പവർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പല പോസിറ്റീവ് ഫയലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു പക്ഷേ പേരൻസ് മോശമാണെങ്കിലും, കമ്പനി നമ്മുടെ കൂട്ടുകെട്ട് നമ്മുടെ ചുറ്റുപാട് മോശമാണെങ്കിലും അതിൻ്റെ ഒന്നും ഇൻഫ്ലുവൻസ് നമ്മുടെ മേലെ ഇല്ലാതെ തന്നെ ചിലർ തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. പിന്നെ 5ാമത്തെ ഫയലാണ് എറ്റേണൽ ഫയൽ. ഈ ഡ്രൈവറുടെ ഉള്ളിൽ എറ്റേണലായിട്ട് നമ്മുടെ ഉള്ളിൽ ഒറിജിനലായ ചില ഫയലുകളാണ്. അതേതാണ് ഒറിജിനലായിട്ടുള്ളത്? പേരൻസിൽ നിന്ന് കിട്ടുന്നത് നമുക്കറിയാം, ജനറ്റിക് ആയിട്ടുള്ളത്. ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്നത് നമുക്കറിയാം അല്ലേ, ഇൻഫ്ലുവൻസിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ഒറിജിനൽ എറ്റേണലായിട്ടുള്ളത് എന്താ? എറ്റേണലായിട്ടുള്ളത് എന്താ? എറ്റേണലായിട്ടുള്ളത് എന്താ? എറ്റേണൽ റെക്കോർഡ്സ്. അതാണ് പറയുന്നത് 7 കോർ വാല്യൂസ്. വാല്യൂസാണ്, പവേഴ്സാണ് നമ്മുടെ ഒറിജിനലായിട്ടുള്ളത്. ആത്മാവിലുള്ള ഈ 7 കോർ വാല്യൂസ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ 7 കോർ വാല്യൂസിൻ്റെ ലൈറ്റ് എനർജി പുറത്തേക്ക് വരും. അതാണ് കാണിച്ചിരിക്കുന്നത്. പ്യൂരിറ്റി, ബ്ലിസ്, നോളേജ്, പവർ, പീസ്, ഹാപ്പിനെസ്, ലവ്.
അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ബോഡി കോൺഷ്യസ്നെസ്സിൽ നിന്ന് സോൾ കോൺഷ്യസ്നെസ്സിലേക്കുള്ള റിട്ടേൺ ജേർണി നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആത്മാവിൻ്റെ ഈ ലൈറ്റ്, ഈ 7 കോർ വാല്യൂസിൻ്റെ ലൈറ്റ് കൂടും, പീസിൻ്റെ ലൈറ്റ് കൂടും. അപ്പോഴാണ് പീസ്ഫുള്ളാക്കാൻ തുടങ്ങും, നോളജ് ഫുൾ, ലവ് ഫുൾ, പവർഫുൾ. ഇപ്പോൾ ബാറ്ററിയുടെ അവസ്ഥ എന്താ? ലോ. ഫുൾ ബാറ്ററി ആയിരുന്നു നമ്മൾ വന്നപ്പോൾ. ഈ ഡ്രൈവർ ഫുൾ ബാറ്ററി ആയിട്ടാണ് വന്നത്. പക്ഷേ ഈ വണ്ടി ഓടിച്ചോടിച്ചെന്തായി? ബാറ്ററി കുറഞ്ഞു വന്നു. ഫുൾ ബാറ്ററിയിൽ നിന്ന് ബാറ്ററി ചാർജ് കുറഞ്ഞിപ്പോൾ ലോ ബാറ്ററിയാണ്. ലോ ബാറ്ററി മീൻസ് എന്താണ്? ഈ വാല്യൂസിൻ്റെ പവേഴ്സാണ് കുറഞ്ഞത്. പീസ് കുറഞ്ഞപ്പോൾ, ശാന്തി കുറഞ്ഞപ്പോൾ നമുക്ക് അശാന്തി, ടെൻഷൻ, മാനസികമായ പിരിമുറുക്കങ്ങൾ കൂടി, ദേഷ്യം പെട്ടെന്ന് വരുന്നു അല്ലേ? ഹാപ്പിനെസ്, സന്തോഷം കുറഞ്ഞപ്പോൾ ദുഃഖം, പെട്ടെന്ന് ദുഃഖം. ചെറിയ കാര്യങ്ങളിലും ദുഃഖിക്കുക. വലിയ പ്രശ്നമൊന്നും വേണമെന്നില്ല, കുഞ്ഞു കാര്യങ്ങളായിരിക്കും ഇപ്പം നമുക്ക് ദുഃഖവും വേദനയും തരുന്നത്. കാരണം സന്തോഷത്തിൻ്റെ അളവ് ലൈറ്റ് കുറഞ്ഞു, ലവ് കുറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് വെറുപ്പ്, വിദ്വേഷം നമുക്ക് വരുന്നത്. പ്യൂരിറ്റി കുറഞ്ഞപ്പോൾ എന്തായി? ഇമ്പ്യൂരിറ്റി, അസത്യം, കറകൾ, ഒളിച്ചു വയ്ക്കുക, മറച്ചു വെച്ച് ചെയ്യുക, ഒളിച്ച് ചെയ്യുക, അസത്യം പറയുക. അസത്യം എല്ലാത്തിലും, അസത്യത്തിൻ്റെ, ഇമ്പ്യൂരിറ്റിയുടെ കറകൾ നമുക്ക് ജീവിതത്തിൽ കൂടി വന്നു. മറകൾ കൂടി, കാരണം കറകൾ കൂടി വന്നപ്പോൾ എന്തായി? മറ കൂടി വന്നു. കറ കൂടാൻ എന്താ കാരണം? പവർ ഓഫ് പ്യൂരിറ്റിയുടെ ലൈറ്റ് കുറഞ്ഞു. പിന്നെ ബ്ലിസ്, സുഖം, റിയൽ സുഖം ഏതാണ്? ആത്മാവിൻ്റെ ഒരു സുഖമുണ്ട്. ഏതാണ്? ആത്മീയ സുഖം. അതിനെയാണ് അതീന്ദ്രിയ സുഖം എന്ന് പറയുന്നത്. ഇപ്പം മെഡിറ്റേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സുഖം എന്താണ്? ഇപ്പോൾ കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്തു അല്ലേ? അപ്പോൾ കിട്ടിയ സുഖം ഏതാണ്? അതാണ് ബ്ലിസ്. അത് സെൻസ് ഓർഗൻസിൽ നിന്ന് കിട്ടിയ സാധനമല്ല. ആണോ? കഴിച്ചിട്ട് കിട്ടിയതല്ല, കണ്ടിട്ട് കിട്ടിയതല്ല, ആണോ? അല്ല. സ്പർശനം കൊണ്ട് കിട്ടിയതല്ല, ഈ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടിയ സാധനമല്ല. പിന്നെയോ നമ്മുടെ ഉള്ളിലേക്ക് പോയി. ഈ സെൻസ് ഓർഗൻസിൻ്റെ അപ്പുറം നമ്മൾ ഡ്രൈവറാണെന്നുള്ള റിയൽ കോൺഷ്യസ്നെസ്സിലിരുന്നപ്പോൾ, വണ്ടിയിൽ നിന്ന് ഡ്രൈവറാണെന്ന കോൺഷ്യസ്നെസ്സിലേക്ക് പോയപ്പോൾ, ബോഡിയിൽ നിന്ന് സോൾ കോൺഷ്യസ്നെസ്സിലിരുന്നപ്പോൾ സോളിലുള്ള സുഖമാണ് നമുക്ക് കിട്ടിയത്. ഈ ബീയിങ്ങിലുള്ള സുഖമാണ് നമുക്ക് കിട്ടിയത്. അപ്പം ബീയിങ്ങിൻ്റെ സുഖമാണ് ഇത് അതീന്ദ്രിയ സുഖം. അതാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ സുഖം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾക്ക് ഇന്ദ്രിയങ്ങളോ സുഖത്തിനോടുള്ള ആസക്തി കുറയും. അപ്പോഴാണ് കഴിക്കുന്നതിൽ, കുടിക്കുന്നതിൽ, കാണുന്നതിൽ, കേൾക്കുന്നതിൽ എല്ലാം നിയന്ത്രണം വരണം. ഇപ്പം നോക്കൂ, ഫോണിൽ നമുക്ക് കൺട്രോൾ വേണമെന്നറിയാം. കാരണം കൺട്രോൾ വിട്ട് വേണ്ടാത്ത ലോകത്തിലേക്ക് നമ്മൾ പോകും. അതിൽ നിറയെ നല്ലതുണ്ട്, നിറയെ വേണ്ടാത്തതുമുണ്ട് അല്ലേ? പക്ഷേ സംസാരത്തിൽ തന്നെ നോക്കൂ, നമുക്കറിയാം എത്ര സംസാരിക്കാൻ പാടുണ്ട്, എത്ര പാടില്ല, എവിടെ പാടുണ്ട്, എവിടെ പാടില്ല, ആരോട് സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം. കൺട്രോൾ വേണമെന്നറിയാം. പക്ഷേ കൺട്രോള് കൊണ്ടുവരാൻ പറ്റണില്ല. എന്താ കാര്യം? സെൻസ് ഓർഗൻസിൻ്റെ മേലെ നിയന്ത്രണമില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ പവർ ഓഫ് നോളേജ്, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നോളജിൻ്റെ പവർ വരും, വിസ്ഡം വർക്ക് ചെയ്യാൻ തുടങ്ങും. ലൈറ്റ് കൂടുമ്പോൾ നമ്മൾ വിസ്ഡം ഉള്ളവരായി മാറും. അപ്പോൾ ഈ ലൈറ്റ് കോൺഷ്യസ്നെസ്സാണ് വിസ്ഡം കൂട്ടുന്നത്. അതേപോലെ പവേഴ്സ്, എല്ലാ പവേഴ്സും, സഹിക്കാൻ, ക്ഷമിക്കാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ, ചേർന്ന് പോകാൻ, ചേർത്ത് കൊണ്ടുപോകാൻ, എല്ലാ പവേഴ്സും നമ്മുടെ ഉള്ളിൽ ലൈറ്റ് കൂടുന്ന സമയത്ത്, ഇപ്പോൾ ലോ ലൈറ്റാണ്, ലൈറ്റ് പവർ കൂടി ചാർജ് ചെയ്യുമ്പോൾ എന്താവും അല്ല, ഓരോ ഘട്ട കൂടുന്നത് പോലെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഫുൾ പവറിലേക്ക് വരും. അപ്പോൾ ലൈറ്റ് ഫുള്ളാവുമ്പോൾ എന്താവും? ലൈറ്റ് ഫുള്ളാവുമ്പോൾ ഈ ഫുൾ ബിൽഡിങ്ങിൽ വെളിച്ചം ഉണ്ടാവും. ഈ ഫുൾ ബിൽഡിങ്ങിൽ ഇലക്ട്രിസിറ്റി കിട്ടും. ഈ ഫുൾ ബിൽഡിങ്ങിൽ സെൻസ് ഓർഗൻസിൻ്റെ മേലെ നമുക്ക് കൺട്രോൾ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഫീലിങ്സുകളുടെ മേലെ കൺട്രോൾ ഉണ്ടാവും. സോ മെഡിറ്റേഷൻ്റെ ആവശ്യകത ഇപ്പോൾ മനസ്സിലായില്ലേ? മെഡിറ്റേറ്റ് ചെയ്യുന്തോറും ഈ ബാറ്ററി ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുന്നില്ല അർത്ഥം എന്താ? ലോ ബാറ്ററിയിൽ വെച്ച് തന്നെ നമ്മൾ ഈ വണ്ടി ഓടിക്കുക. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാ ഉപകരണങ്ങളും ചാർജ് ചെയ്യില്ലേ? കമ്പ്യൂട്ടറിൽ ചാർജ് ഉണ്ടോ എന്ന് നോക്കും, മൊബൈലിൽ ചാർജ് ഉണ്ടോ എന്ന് നോക്കും, പവർ ബാങ്കിൽ ചാർജ് ഉണ്ടോ എന്ന് നോക്കും. പക്ഷേ ഇവിടെ ചാർജ് ചെയ്യാറുണ്ടോ ഈ ബാറ്ററി?
ഈ ബാറ്ററി മാത്രം ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്. പക്ഷേ ഈ ബാറ്ററി ഉപയോഗിച്ചാണ് ഈ വണ്ടി ഇത് വെറും വണ്ടിയാണ്. ഈ വണ്ടി ഓടിക്കുന്നതാൾ ഈ ഡ്രൈവറാണ്. അപ്പോൾ ഈ ഡ്രൈവർക്ക് ചാർജ് ഇല്ലാതെ, ഈ ബാറ്ററി ചാർജ് ഇല്ലാതെ ഈ വണ്ടി ഓടിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കണേ, വണ്ടി നമ്മുടെ കൺട്രോൾ വിട്ടുപോകും. ആ കൺട്രോൾ ഇല്ലായ്മയാണ് സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, വേണ്ടാത്തതിലേക്കെല്ലാം പെട്ടെന്ന് നമ്മൾ നെഗറ്റീവ് ട്രാക്കിലേക്ക് പോകുന്നതിൻ്റെ കാരണം അതാണ്. എല്ലാ തെറ്റുകളുടെയും കാരണം അതാണ്. ലോ ബാറ്ററി യൂസേജാണ്. ഫോണിൽ തന്നെ നോക്കൂ, ലോ ബാറ്ററി ആയിക്കഴിഞ്ഞാൽ, ബാറ്ററിയിൽ ഒരു കട്ടേ ബാക്കിയുള്ളെങ്കിൽ നമ്മളോട് എന്ത് പറയും, ഈ ലോ ബാറ്ററിയിൽ യൂസ് ചെയ്താൽ ഒന്നെങ്കിൽ ഫോൺ പൊട്ടിത്തെറിക്കാം. നമ്മൾ ചില വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ലോ ബാറ്ററിയിൽ ഉപയോഗിച്ചിട്ട് ചില ആൾക്കാർ ഫോൺ ഉപയോഗിച്ചപ്പോൾ ഫോണ് പൊട്ടിത്തെറിച്ചിട്ട് അവരുടെ കാതൊക്കെ പോയി, സൈഡൊക്കെ പോയി, ചിലർക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ന്യൂസുകളൊക്കെ ഇടയ്ക്ക് വരാറില്ലേ. അതുകൊണ്ട് നമ്മളോട് പറയില്ലേ, ലോ ബാറ്ററിയിൽ ഒരിക്കലും ഫോണ് യൂസ് ചെയ്യല്ലേ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കണേ, ലൈഫിൽ എന്താ സംഭവിക്കണേ, ലോ ബാറ്ററിയിൽ വെച്ചിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് മെഡിറ്റേഷൻ്റെ ആവശ്യകത അതാണ്. നമുക്ക് ഫുൾ ചാർജ്ഡ് ബാറ്ററി ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഫീലിങ്സുകളുടെ മേലെ നിയന്ത്രണം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ രാജയോഗം എന്ന് പറയുന്നത്. രാജ മീൻസ് ദ കിങ്. ആര് രാജാവാകുക? നമ്മൾ തന്നെ നമ്മുടെ ഫീലിങ്സുകളുടെ മേലെ രാജ പവറിലേക്ക് വരിക. നമുക്ക് തന്നെ നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ മേലെ കൺട്രോൾ വരിക. അപ്പോൾ ആ ഒരു കൺട്രോളിങ് പവറാണ് രാജയോഗ മെഡിറ്റേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി മെഡിറ്റേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ സോൾ കോൺഷ്യസ്ലി, ബോഡി കോൺഷ്യസ്ന്ന് സോൾ കോൺഷ്യസിലേക്ക് ഷിഫ്റ്റ് കൊണ്ടുപോകും, വണ്ടിയിൽ നിന്ന് ഡ്രൈവർ. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈവർ കോൺഷ്യസ്നെസ്സിൽ ഇരുന്നുകൊണ്ട് ഈ 7 ലൈറ്റ്, ഈ സ്പിരിച്വൽ എനർജിയിലുള്ളത് എന്താണ്, 7 ലൈറ്റ്സ് ആണ്. അപ്പോൾ ആ 7 ലൈറ്റ്സ് ഇതിലുണ്ട്. ആ കോർ വാല്യൂസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിൽ ഒരു വാല്യൂ, പീസ് എന്ന് പറയുന്ന ഒരു വാല്യൂവിൻ്റെ ഫീലിംഗ് നമുക്കിപ്പോൾ ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈ 7 വാല്യൂസും ഡെയിലി ഓരോ വാല്യൂ നമ്മൾ അറ്റൻഷൻ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 7 days 7 കോർ വാല്യൂസിൻ്റെ മെഡിറ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ എന്താവും, ഈ ബാറ്ററി എപ്പോഴും ഫുൾ ചാർജിൽ വയ്ക്കാൻ സഹായിക്കും. നിവർന്നിരിക്കാൻ. അറ്റൻഷനോടെ അലർട്ടായിരിക്കണം. അവരവർക്ക് വേണ്ടി എന്നുള്ള എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുകയാണ് എന്ന ഒരു അവയർനെസ്സോട് കൂടി. ഇതൊരു നിർബന്ധമല്ല, അവരവർക്ക് വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് വേണ്ടിയിട്ടാണ് ബാറ്ററിയുടെ ചാർജിങ്ങിൻ്റെ ആവശ്യമെന്ന കോൺഷ്യസോടെ ഈ ശ്രദ്ധ പതുക്കെ പതുക്കെ ശരീരത്തിൽ നിന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. ഇരുപിരികങ്ങളുടെ മധ്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. ദേഹമാകുന്ന കാറിൽ ശ്രദ്ധയെ ഡ്രൈവറിലേക്ക് കൊണ്ടുപോകും. പുരിക മധ്യത്ത് ശിരസിനുള്ളിൽ ബ്രെയിൻ്റെ സെൻറ്റർ പോയിന്റിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് സമീപത്ത് ഫുൾ ബോഡി സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളറാണ് ഞാനാണ് ഈ ശരീരമാകുന്ന രാജ്യത്തിൻ്റെ രാജാവ്. ശിരസിനുള്ളിൽ മിനാമിനി പോലെ ചെറിയ പ്രകാശം, ഡിവൈൻ എനർജി
സൂക്ഷ്മാതിസൂക്ഷ്മമായ പോയിന്റ് ഓഫ് എനർജി, ഡിവൈൻ ബീയിങ് ആണ് ഞാൻ. ബ്രെയിനിൻ്റെ സെൻട്രൽ പോയിന്റിൽ ഇരുന്നുകൊണ്ട് ശരീരമാകുന്ന ഈ ഫുൾ ബെൻഡിങ്ങിലേക്ക് ഊർജം നൽകുന്ന എനർജി സ്രോതസ്സാണ് ഞാൻ. ഞാൻ ശാന്തമായ ഒരു വെളിച്ചമാണ്. I am a peaceful being. ശാന്തിയുടെ ശീതളമായ പ്രകാശം ആത്മാവിൽ നിന്നൊഴുകി ശിരോഭാഗങ്ങളെല്ലാം ശാന്തമണി പോലെ തലച്ചോറും അനുബന്ധ ഭാഗങ്ങളെല്ലാം ഓരോ കോശങ്ങളും ശാന്തിയുടെ ശീതളമായ പ്രകാശം കൊണ്ട് നിറഞ്ഞ് ശിരസ്സൊരു പ്രകാശഗോപുരം പോലെ ശാന്തവും ശീതളവുമാണ് പോലെ. ശാന്തമായ ഊർജ്ജം ശീതളമായ പ്രകാശമായി ശിരസിൽ നിന്ന് താഴേക്ക് മുഖത്തിലേക്ക് കണ്ണിലേക്ക് കവിളുകളിലൂടെ തൊണ്ടയിലൂടെ നെഞ്ചിലൂടെ ശാന്തമായ ഊർജ പ്രസരണം, പീസ്ഫുൾ എനർജി ഉദരഭാഗങ്ങളിലൂടെ കൈകാലുകളിലേക്ക് വിരൽത്തുമ്പുകൾ വരെ ശാന്തിയുടെ ശീതളമായ പ്രകാശം നിറഞ്ഞ് ഞാൻ ശാന്തനാണ്. ശാന്തമായ ഊർജ്ജകണികയാണ് ഞാൻ. മനസ്സും ശാന്തം, ശരീരവും ശാന്തം. ശാന്തതയാണ് എൻ്റെ സ്വഭാവം. I am peaceful. ശാന്തതയാണ് എൻ്റെ സ്വധർമ്മം. ഞാൻ ശാന്തനാണ്. പീസ്ഫുൾ എനർജി മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കി ശാന്തമായ മനസ്സിലെപ്പോൾ സന്തോഷമാണ് എനിക്ക്.
a happy soul. I am a loveful soul. I am a pure soul. I am a powerful being. I am a blissful being. Om Shanti. ഇപ്രകാരം മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഏർലി മോർണിംഗ് രാവിലെ എഴുന്നേറ്റ് റെഡിയായിട്ട് ദിവസവും രാവിലെ ഒരു 10 മിനിറ്റ്സ് ഒരു റെഗുലർ റൂട്ടീനാക്കി ഏർലി മോർണിംഗ് സ്റ്റാർട്ടിങ് മെഡിറ്റേഷൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചാർജ്ഡ് ബാറ്ററിയായി ഫുൾ ഡേ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. ഈവനിങ് അതേപോലെ എല്ലാം കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ്സ്, കാരണം വൈകുന്നേരം വരെ ഉപയോഗിക്കുമ്പോൾ വീണ്ടും എന്താവും, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ്സ് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഉറക്കം വളരെ പീസ്ഫുള്ളാവും. ഉറക്കം നമുക്ക് സുഖനിദ്രയുണ്ടാവും, ഉറങ്ങി എഴുന്നേറ്റ ക്ഷീണം ഉണ്ടാവും. ഇല്ലെങ്കിൽ രാത്രി എത്ര ഉറങ്ങാൻ കിടന്നിട്ടും പീസ്ഫുൾ അല്ല നമ്മുടെ നിദ്രയെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം. ഉറങ്ങുന്നത് റിഫ്രഷ് ആക്കാനാണ്. ഉറങ്ങിയിട്ടും ഫ്രഷ്നെസ് ഇല്ല, അർത്ഥം എന്താണ്, നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ഫയലും ക്ലോസ് ചെയ്യാൻ ഏത് സഹായിക്കും, മെഡിറ്റേഷൻ. എല്ലാം തുറന്നു വയ്ക്കുകയാണല്ലോ ഫുൾ ഡേ. സോ ഉറക്കത്തിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ, കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ എങ്ങനെയല്ലേ ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ആദ്യം ഷട്ട് ഡൗൺ നമ്മൾ കൊടുക്കുമ്പോൾ തുറന്നു വെച്ച ഫയൽസൊക്കെ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഷട്ട് ഡൗൺ ബട്ടൺ അമർത്തിയാൽ ഷട്ട് ഡൗൺ ആകില്ല. അപ്പം എന്ത് പറയും, ഇല്ലില്ല നിങ്ങളുടെ ഫയൽസ് ധാരാളം ഓപ്പൺ ആണ്. ഓരോ ഫയലും ആദ്യം എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. എന്നിട്ടേ എന്ത് നടക്കുള്ളൂ, കമ്പ്യൂട്ടർ പ്രോപ്പർ. അത് തന്നെയാണ് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ രാവിലെ മുതൽ നമ്മൾ ധാരാളം ഫയൽസ് തുറന്നു വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്രോപ്പറായി ക്ലോസ് ചെയ്യാതെ നമ്മൾ പോയി ഷട്ട് ഡൗൺ ബട്ടൺ അടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പോയി കിടന്നാലും തിരിഞ്ഞും മറിഞ്ഞും കിടക്കണം. അതുകൊണ്ട് നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മെഡിറ്റേറ്റ് ചെയ്ത് ഉറങ്ങുക, അർത്ഥം എല്ലാ ഫയൽസും എന്ത് ചെയ്യാൻ പ്രോപ്പറായിട്ട് ക്ലോസ് ആവും. അപ്പോൾ പിന്നെ ഉറങ്ങുമ്പോൾ സുഖനിദ്ര, നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടും. അതിൽ നമ്മൾ റിഫ്രഷ് ആകും. രാവിലെ അതേപോലെ രാത്രി 10 മിനിറ്റ്സ് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. പിന്നെ പകൽ സമയത്ത് നിങ്ങൾക്ക് ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്റ്റഡീസിലുള്ളവരാണെങ്കിലും നമുക്ക് ഈസി ആയിട്ടുള്ളൊരു മെഡിറ്റേഷനാണ് ജാം എന്ന് പറയും. ജാം, JAM, ജസ്റ്റ് എ മിനിറ്റ്. എല്ലാ 1 അവറിലും 1 മിനിറ്റ് മെഡിറ്റേഷൻ. 1 അവർ 1 മിനിറ്റ്. 1 മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ട്. 60 സെക്കൻഡ് ഉണ്ട്. 60 സെക്കൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 60 സെക്കൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും, മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ 1 അവറിലും എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചെയ്യുന്ന ജോലി ഒരു മിനിറ്റ് സമയം നിർത്തി വെച്ചിട്ട് നമ്മളൊന്ന് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബോഡി കോൺഷ്യസ്നെസ്സിൽ നിന്ന് സോൾ കോൺഷ്യസ്നെസ്സിലേക്ക് വന്നാൽ തന്നെ, കാരണം ബോഡി കോൺഷ്യസ്നെസ്സിൽ എനർജി ഡ്രെയിനാണ്. കാണും, കേൾക്കും, സംസാരിക്കും, അല്ലേ, ചിന്തിക്കും. അതേസമയം ബോഡിയിൽ നിന്ന് ഞാൻ ഡ്രൈവറാണെന്ന കോൺഷ്യസ്നെസ്സിൽ വന്ന് ഐ ആം എ പോയിൻ്റ് ഓഫ് എനർജി, ഐ ആം എ പോയിൻ്റ് ഓഫ് ലൈറ്റ്, ഐ ആം എ പീസ്ഫുൾ ലൈറ്റ്. എത്ര സമയം വേണം ചിന്തിക്കാൻ? ഒരു തോട്ടിന് 1 സെക്കൻഡ്.
അപ്പോൾ ഈ ഒരു പോസിറ്റീവ് തോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ എനർജി എന്താവും? സേവ് ആകും, റീചാർജ് ആകും. അതേസമയം ബാക്കി എല്ലാ ചിന്തകളും എന്തിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും ബോഡിലി തിങ്സ്, എന്തൊക്കെ ജോലി, ഡ്യൂട്ടി, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ എനർജി ഡൗൺ യൂസ് ചെയ്യാണ്. അപ്പോൾ ബാറ്ററി ഡൗൺ ആകും. എപ്പോഴാണോ നമ്മൾ ഈ പീസ്ഫുൾ തോട്ട് നമ്മുടെ ഉള്ളിൽ, പ്യുവർ പോസിറ്റീവ് തോട്ട് നമ്മളെക്കുറിച്ച് അർത്ഥം ഈ ലൈറ്റിനെ കുറിച്ച്, ഞാൻ ഈ ഡിവൈൻ ലൈറ്റാണ്, ഈ ഒരു തോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ എന്താവും? ബാറ്ററി ചാർജ്. പിന്നെ നമുക്ക് എല്ലാവരുടെയും ഇടയിൽ ഇടപഴകുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു മെഡിറ്റേഷനുണ്ട്. റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ആരെ കാണുമ്പോഴും ആരോട് ഇടപഴകുമ്പോഴും എല്ലാവരെയും കേവലം നമ്മുടെ ഔട്ട്ലുക്ക് ഒരു ചെറിയ ചേഞ്ച്. എന്ത് ചേഞ്ച്? കണ്ണടയിൽ നിന്ന് മാറ്റിയാൽ മതി, പുതിയ കണ്ണട വയ്ക്കുക. ഇതിന് ചിലവൊന്നുമില്ല, ഈ കണ്ണടയ്ക്ക്. ഏത് കണ്ണട? ആരെ കാണുമ്പോഴും ഇവരെല്ലാം ഒരു ഡിവൈൻ ബീയിങ്ങാണ്. ഇപ്പം നമ്മളെല്ലാവരും എങ്ങനെയാണ് കാണണേ? ആരെ നോക്കിയാലും അവരുടെ മുഖം കാണും അല്ലേ? ആണ്, പെണ്ണ്, ഹിന്ദു, മുസൽമാൻ അല്ലേ? കറുത്താൾ, വെളുത്താൾ, സുന്ദരൻ, സുന്ദരി അല്ലേ? പഠിക്കുന്ന ആൾ, പഠിക്കാത്ത ആൾ, പൈസയുള്ള ആൾ, പൈസയില്ലാത്ത ആൾ, നല്ല ആൾ, കെട്ടാൾ എന്നൊക്കെ പല ലേബൽസ് കൊടുത്തിട്ടാണ് നമ്മൾ എല്ലാവരെയും നോക്കണം, എല്ലാവരോടൊപ്പം ഇടപെടുന്നത്, ശത്രു, മിത്രം. അപ്പോൾ നമ്മൾ ഏത് ലേബലിൽ കാണുന്നു അതിനനുസരിച്ച് നമ്മൾ അവരോട് ഇടപെടുന്നു. കാരണം അതിനനുസരിച്ചുള്ള ഫീലിങ്സ് നമുക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ആരോടൊപ്പം ഇടപെടുകയാണെങ്കിലും, ഈവൻ നമ്മളുടെ അടുത്ത് എത്ര മോശമായിട്ട് പെരുമാറിയ ഒരാളാണെങ്കിലും ആരുടെ കൂടെ ഇടപഴകുമ്പോഴും നമുക്ക് ഈ ഒരു ഔട്ട്ലുക്ക് നമ്മുടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, എല്ലാവരും ആരെയാണ്? എല്ലാ ബോഡിക്കുള്ളിലും ആരെയിരിക്കണം? ഡ്രൈവർ ആരാ? ബോഡിയിൽ നമുക്ക് റോളിൽ വ്യത്യാസമുണ്ട്. ടീച്ചേഴ്സുണ്ട്, സ്റ്റുഡൻ്റുണ്ട്, ഹൈ പൊസിഷനിലിരിക്കുന്നവരുണ്ട്, ചെറിയ പൊസിഷനിലിരിക്കുന്നവരുണ്ട്, ജാതി മതത്തിലെല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ എല്ലാ ശരീരങ്ങൾക്കുള്ളിൽ ആരെയിരിക്കണം? ഒരു ഡിവൈൻ ബീയിങ്ങാണ്. എല്ലാ ബീയിങ്ങും പീസ്ഫുൾ ബീയിങ്സാണ്, ലവ്ഫുൾ ബീയിങ്ങാണ്, പവർഫുൾ ബീയിങ്ങാണ്. ഇപ്രകാരം നമ്മളൊരു അവെയർനെസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഈ ഒരു കണ്ണിലൂടെ നമ്മൾ കണ്ണാടിയിലൂടെ കാണുകയാണെങ്കിൽ എല്ലാവരും എൻ്റെയാണ്. എങ്ങനെ? സ്പിരിച്വലി നമ്മളെല്ലാം റിലേറ്റഡാണ്. നമ്മളെല്ലാവർക്കും ഇടയിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? സ്പിരിച്വൽ റിലേഷൻഷിപ്പ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ഡെയിലി പ്ലഡ്ജ് ചെയ്യുമ്പോൾ എന്താ പ്ലഡ്ജ് ചെയ്തിട്ടുള്ളത്? നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം സഹോദരങ്ങളാണ് അല്ലേ? ഇന്ത്യക്കാരെന്നുള്ളതല്ല, മുഴുവൻ ലോകവും സഹോദരങ്ങളാണ്. ഇങ്ങനെ സ്പിരിച്വലി നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. ഏത് റിലേഷൻഷിപ്പ്? ഡിവൈൻ റിലേഷൻഷിപ്പ്. നമ്മളെല്ലാവരും ആത്മസഹോദരങ്ങളാണ്. നമുക്ക് ഈ ബ്രദർഹുഡ് റിലേഷൻഷിപ്പ് എവിടെ നിന്ന് വന്നതാ? ബ്രദർഹുഡ് ആകണമെങ്കിൽ ഒരു ഫാദർ ഉണ്ടാവണം. കാരണം ഒരു ഫാദറിൽ നിന്നാണല്ലോ ഒരു ബ്രദർഹുഡ് റിലേഷൻഷിപ്പ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫാദർ ആരാ? നമ്മൾ പറയില്ലേ ഫാദർ ഒന്നേ ഉള്ളൂ, ഗോഡ് ഫാദർ എന്നാ പറയാം അല്ലേ? ഗോഡ് ഫാദർ, പഠിച്ചോൻ അല്ലേ? ത്വമേവ മാതാശ്ച പിതാ ത്വമേവ. അങ്ങനെ തന്നെ അച്ഛനും അമ്മയും. ആരുടെ മഹിമയാണ് നമ്മളിതിലൊക്കെ പാടണേ? സർവ്വധർമ്മങ്ങളിലും പറയില്ലേ നമ്മളെല്ലാം ഒന്നാണ്, നമ്മളെല്ലാം ഒരാളുടെയാണ്. ആ റിലേഷൻഷിപ്പ് ഏതാണ്? ആ ഒന്നാര്? ഫാദർ ആര്? നമ്മുടെ എല്ലാവരുടെയും ഫാദറാണ്. എല്ലാവരുടെയും ശരീരം കൊണ്ട് നോക്കി എല്ലാവരുടെയും അച്ഛൻ, അമ്മ വേറെയാണ്. പക്ഷെ നമ്മളെല്ലാവരും പറയില്ലേ ശക്തി ഒന്നേ ഉള്ളൂ. സോ മെഡിറ്റേഷനിൽ, രാജയോഗ മെഡിറ്റേഷനിൽ നമ്മൾ സോൾ കോൺഷ്യസ്നെസ്സിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ മൈൻഡിനെ കണക്ട് ചെയ്യുന്നത് സുപ്രീമായിട്ടാണ്. ആരാ സുപ്രീം പവർ ഹൗസ് ആരാണ്? എല്ലാ സോൾസിനും കണക്ഷൻ സുപ്രീം സോളുമായിട്ടാണ്. ആരാ സുപ്രീം സോൾ? അതും സുപ്രീം ലൈറ്റാണ്. കാരണം നമ്മൾ ലൈറ്റല്ലേ, സോൾസ് എല്ലാം ലൈറ്റാണ്. അപ്പോൾ എല്ലാ സോൾസിൻ്റെയും സുപ്രീം ഫാദറും ആര് തന്നെയാണ്? സുപ്രീം ലൈറ്റാണ്. ആ സുപ്രീം ലൈറ്റിൽ നിന്ന് വരുന്നത് എന്താണ്? പരമാത്മാവിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടാണ് പരമാത്മാ എന്ന് പറയുന്നത്. ആത്മാവും പരമാത്മാവും. അപ്പോൾ ആ പരമാത്മാ സുപ്രീം ലൈറ്റിനെയാണ് നമ്മൾ വിളക്ക് കൊളുത്തിയിട്ടും മെഴുകുതിരി വെച്ചിട്ട് എല്ലാത്തിലും ഒരു ലൈറ്റല്ലേ.
കാരണം ഈ ലൈറ്റിനെല്ലാം നമ്മളെല്ലാ സോൾസിനും കണക്ഷൻ പിന്നെ സുപ്രീം സോളുമായിട്ടാണ്. സോ രാജയോഗ മെഡിറ്റേഷനിൽ നമ്മൾ ആ സുപ്രീം ലൈറ്റുമായിട്ട് എല്ലാ സോൾസിൻ്റെയും കണക്ഷൻ സുപ്രീം ലൈറ്റുമായിട്ടാണ്. ആ സുപ്രീം ആര്? ആ സുപ്രീമിലുള്ള ലൈറ്റ് എന്താണ്? പരമാത്മ എന്ന് പറയില്ലേ, ഗോഡ് ഈസ് ലൈറ്റ്, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ട്രൂത്ത്. അപ്പം ഈശ്വരനിലുള്ളത് എന്താണ്? ലവിൻ്റെ ലൈറ്റാണ്, പവറിൻ്റെ ലൈറ്റാണ്. എത്ര പവറുണ്ട്? ഓഷൻ ഓഫ് പവർ, ഓഷൻ ഓഫ് ലവ്, ഓഷൻ ഓഫ് നോളജ്. എല്ലാ ഗുണങ്ങളുടെയും എല്ലാ ശക്തികളുടെയും ഓഷനാണ് ആര്? സാഗരമാണ് ആര്? സുപ്രീം. സോ രാജയോഗ മെഡിറ്റേഷനിൽ സോൾ കോൺഷ്യസ്നെസ്സിൽ ഇരുന്നുകൊണ്ട് ആ സുപ്രീം പവർ ഹൗസുമായി നമ്മൾ കണക്ട് ചെയ്ത്, കാരണം സോൾ കോൺഷ്യസ്നെസ് വന്നാൽ പിന്നെ നമുക്ക് ഈ ബീയിങ്ങിന് കണക്ഷൻ സുപ്രീം ബീയിങ്ങുമായിട്ട് കിട്ടും. സോ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയ എന്ന് പറയുന്ന വിശ്വവ്യാപകമായ ഈ രാജയോഗ മെഡിറ്റേഷൻ സെൻറ്ററിൽ നമ്മൾ പഠിക്കുന്നത് സോൾ കോൺഷ്യസ്നെസ്സും സുപ്രീം സോളുമായിട്ടുള്ള കണക്ഷനുമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു സുപ്രീമിൻ്റെ, ഒരു ഫാദറിൻ്റെ, ഒരു പരമാത്മാ പിതാവിൻ്റെ മക്കളാണെന്നുള്ള അവയർനെസ് വരുമ്പോൾ നമുക്കെല്ലാവരുടെയും തമ്മിലുള്ള പെരുമാറ്റത്തിലും വ്യത്യാസം വരും. എന്താ വ്യത്യാസം വരും? അഹല്യ ക്യാമ്പസിലേക്ക് നമ്മൾ കയറുമ്പോൾ ഫസ്റ്റ് എൻട്രൻസിൽ ആരെ കാണുക? ക്യാമ്പസിൻ്റെ എൻട്രൻസിൽ സെക്യൂരിറ്റി ഉണ്ടാവും അല്ലേ? ഫസ്റ്റ് ആ സെക്യൂരിറ്റി മുതൽ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ വരെ ആരെയെല്ലാം നമ്മൾ കാണുന്നു. സെക്യൂരിറ്റി ആണെങ്കിലും അവിടെ നിൽക്കുന്ന രണ്ടാൾ, ആ രണ്ട് ബോഡിയിലും എന്താ ഉള്ളത്? രണ്ട് സോൾസാണ്, രണ്ട് പോയിൻ്റ് ഓഫ് എനർജിയാണ്. അപ്പോൾ അവരെ പ്രതിയും നമ്മുടെ ഉള്ളിൽ എന്ത് തോട്ട് വരും? അതുമാരെയാണ് ഡിവൈൻ എനർജിയാണ്. അവരും എൻ്റെ സഹോദരങ്ങളാണ്. അപ്പോൾ സാറിനെ കാണുമ്പോൾ, മാഡത്തെ കാണുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറയും, വിഷ് ചെയ്യും. പക്ഷെ അവരെ കാണുമ്പോൾ ഇത് സെക്യൂരിറ്റിക്കാരൻ. നമ്മുടെ സെക്യൂരിറ്റി മുതൽ സ്റ്റെപ്പ് വരുമ്പോൾ ആരെയൊക്കെ കാണുന്നു എല്ലാവരെയും പ്രതി ഒരു ഡിവൈൻ ലവ് വിത്ത് റെസ്പെക്റ്റോടു കൂടി നമ്മളെല്ലാവരോടും പെരുമാറും. അത് നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന, അതിനോടൊപ്പം ഹോസ്പിറ്റലിൽ ക്ലീനിങ് ചെയ്യുന്നവർ ധാരാളം ഉണ്ടാവും അല്ല, മറ്റ് ജോലികൾ, പല ജോലികളും ചെയ്യുന്നവരുണ്ടാവും. എല്ലാവരെയും പ്രതി നമ്മൾക്ക് ഏത് കോൺഷ്യസ്നെസ് വരും? ഒരു ഡിവൈൻ ബീയിങ് കോൺഷ്യസ്നെസ്. എല്ലാവരും ഒരു ഡിവൈൻ ലവ് ഉണ്ടാവും. ഇനി നമ്മൾ മെസ്സിൽ പോകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നവരോടും നമുക്ക് വിളമ്പിത്തരുന്നവരോടും എല്ലാവരോടും എന്ത് വരും? ഒരു ഡിവൈൻ ലവ്, ഡിവൈൻ റെസ്പെക്റ്റ്. കാരണം അവർ സ്നേഹത്തോടെ ആ ഭക്ഷണം ഉണ്ടാക്കി തന്ന് നമ്മൾ സ്നേഹത്തോടെ കഴിക്കുമ്പോഴേ നമുക്കും ആരോഗ്യം ഉണ്ടാകുന്നു. പക്ഷെ അവർ സ്നേഹത്തോട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നവർക്കും അവരോട് എന്തുണ്ടാകണം? ഒരു സ്നേഹം ഉണ്ടാകും, ബഹുമാനം ഉണ്ടാകും. അപ്പോഴാണ്, കാരണം ഏത് കർമ്മവും ചെറുതല്ല, പറയാറില്ലേ, എല്ലാ ജോലികളും പറയാറുണ്ട് ഈക്വലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ്? നമ്മൾ ഏത് ഭാവനയോടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പഠിച്ച നാളെ ഡോക്ടേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ടീമിൽ ഒരു ഹോസ്പിറ്റലിൽ ലാസ്റ്റ് കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അവരും ക്ലീനിങ് വിചാരിച്ചോളൂ, ബാത്റൂം കഴുകുന്ന ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അവരവരുടെ ജോലി കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? അവിടെ വരുന്ന പേഷ്യൻസിന് സുഖം എടുക്കാൻ പറ്റുമോ? ആരെങ്കിലും അതൊരു നല്ല ഹോസ്പിറ്റലാണെന്ന് പറയുമോ? ഇല്ല. അപ്പോൾ ഓരോരുത്തർക്കും എന്ത് ചെയ്യണം? അവരവരുടെ ഡ്യൂട്ടി അല്ലേ ഫസ്റ്റ് ക്ലാസ്സായിട്ട് ചെയ്യണം. സോ നമുക്ക് ജീവിതയാത്രയിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അടുത്തുള്ളവരാണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും മെഡിറ്റേഷൻ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ്? എല്ലാവരെയും പ്രതി നമുക്ക് ഏത് ഔട്ട്ലുക്ക് വരും? എല്ലാവരും ഒരു ഡിവൈൻ ബീയിങ് ആണ്. ആയുർവേദത്തിൽ നിങ്ങൾ അതല്ലേ പഠിക്കണേ? നമ്മൾ കേവലം ഈ ശരീരമല്ല, ഈ ശരീരത്തിനുള്ളിൽ നമ്മളെല്ലാം ഒരു ദിവ്യമായ ഊർജ്ജമാണ്. അപ്പോൾ ആ ഊർജ്ജമാണെന്ന കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുന്നതിൻ്റെ പേരാണെന്ത്? മെഡിറ്റേഷൻ. സോ മെഡിറ്റേഷൻ നിങ്ങൾക്ക് എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് ചെയ്യാം. കർമ്മയോഗമാണ് രാജയോഗ മെഡിറ്റേഷൻ. അപ്പോൾ നമുക്ക് വേണ്ടതൊരു മെഡിറ്റേറ്റീവ് മൂഡാണ്. മെഡിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു യോഗി ലൈഫ് ജീവിതം ചെയ്യാം. ഇരുന്ന് മെഡിറ്റേഷൻ നമുക്ക് രാവിലെയും വൈകിട്ടും ചെയ്യാം. പക്ഷേ ഫുൾ ഡേ ജോലികളെല്ലാം ചെയ്യുമ്പോൾ എല്ലാവരെയും പ്രതിയുള്ള നമ്മുടെ കാഴ്ചപ്പാട്, എല്ലാവരെയും ഒരു പോസിറ്റീവ് ബീയിങ് ആയിട്ട്. ഇപ്പം നമ്മളെല്ലാവരോടും ഇടപഴകുമ്പോൾ എങ്ങനെയാണ് പൊതുവേ ചെയ്യുക? നമ്മളെല്ലാം ഡൂയിങ്സ് ആണ്.
ജോലി മെഷീൻ പോലെ വർക്ക്. എല്ലാവരെയും നമ്മൾ മെഷീനായിട്ടാണ് കാണുന്നത്. നമ്മളൊരു മെഷീൻ പോലെ ജീവിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ മെഷീൻസ് അല്ല, നമ്മളെല്ലാവരും ആര് ഡിവൈൻ ബീയിങ്സ്. അതുകൊണ്ട് നമ്മളെ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ചെയ്ത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഈ മെഡിറ്റേഷനിൽ നമുക്ക് സോൾ കോൺഷ്യസ്നെസ്സിൽ ഇരുന്നുകൊണ്ട് സുപ്രീം പവർ ഹൗസുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ മനസ്സിനെ പവർ ഹൗസിലേക്ക് കണക്ട് ചെയ്യാം. സോൾ കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈശ്വരനുമായിട്ട് കണക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്ന് പ്ലഗ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, പ്രോപ്പറായിട്ട് വയറ് പ്ലഗ് ചെയ്തില്ലെങ്കിൽ കറണ്ട് കിട്ടില്ല. സോ അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സോൾ കോൺഷ്യസ്നെസ്സാണ് കറക്റ്റ് പ്ലഗിങ്. ഈ സോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പ്ലഗിങ് നമ്മൾ ചെയ്യാത്തിടത്തോളം നമ്മുടെ മനസ്സ് എവിടെ കണക്റ്റ് ആവില്ല? പവർ ഹൗസിൽ കണക്റ്റ് ആവില്ല. ഈശ്വര എന്നൊക്കെ നമ്മൾ വിചാരിക്കും, കാണും, പറയും, വിളിക്കും, ദൈവമേ എന്നൊക്കെ പറയും. പക്ഷേ പവർ ഹൗസിൽ കണക്റ്റായി കറണ്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം? പ്രോപ്പറായിട്ട് കുത്തിവെക്കണം. അപ്പോൾ അതുകൊണ്ട് ശരീരബോധം, ഇതാണ് നമ്മുടെ ഇൻസുലേഷൻ. ഈ ബോഡി കോൺഷ്യസിൻ്റെ ഇൻസുലേഷൻ സോൾ കോൺഷ്യസ്നെസ്സിലേക്ക് വരുമ്പോഴേ പ്രോപ്പർ കണക്ഷൻ, പ്രോപ്പറായിട്ട് കണക്ഷൻ പവർ ഹൗസിലേക്ക് പോയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പവർ കിട്ടും. സോ രാജയോഗ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സോൾ കോൺഷ്യസ്നെസ്സിൽ ഇരുന്നുകൊണ്ട് സുപ്രീം പവർ ഹൗസിലേക്ക് നമ്മുടെ മൈൻഡിനെ കണക്ട് ചെയ്ത് കറണ്ട് എടുക്കുക. കറണ്ട് കിട്ടിയ എന്തായി? യൂസ് ആർക്കാണ്? നമുക്കാണ്. നമ്മുടെ ഈ എല്ലാ സെൻസ് ഓർഗൻസും നമുക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം. ഒരു നല്ല മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കും. നല്ല വാക്കുകൾ ഉപയോഗിക്കും, നല്ലത് കാണും, നല്ലത് പറയും, നല്ലതേ ചെയ്യൂ, നല്ലതേ കഴിക്കൂ, കഴിക്കേണ്ടതേ കഴിക്കൂ, കുടിക്കേണ്ടതേ കുടിക്കൂ, സംസാരിക്കേണ്ടതേ സംസാരിക്കൂ. നമ്മുടെ എല്ലാ ബാഡ് ഫീലിങ്സിൻ്റെ മേലെ നിയന്ത്രണം വരും. മെഡിറ്റേഷൻ നമുക്ക് പഠിക്കാൻ രാജയോഗ മെഡിറ്റേഷൻ്റെ ഒരു 7 hours ഒരു കോഴ്സാണ് ഉള്ളത്. 1 day 1 hour വീതം. ഇപ്പോൾ നമ്മൾ ഈ ചുരുങ്ങിയ 1 hour സമയത്തിൽ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ സിസ്റ്റർ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. പക്ഷേ ഈ ഇൻട്രഡക്ഷൻ പോലും നിങ്ങൾ അറ്റൻഷൻ വെച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ യൂസ്ഫുള്ളാവും. ഇനിയൊരു അവസരം നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു പോസിറ്റീവ് തോട്ട് കൊണ്ടുവരിക. ഐ ആം എ ഡിവൈൻ ബീയിങ്, എ പീസ്ഫുൾ ബീയിങ്, ഐ ആം എ ലവ്ഫുൾ ബീയിങ്. ഒരു പോസിറ്റീവ് തോട്ട്. അങ്ങനെ 7 days നിങ്ങൾക്ക് 7 valuesൻ്റെ പ്രാക്ടീസ് ചെയ്യാം ഡെയിലി. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ആദ്യത്തെ തോട്ട് എന്ത് ചെയ്യാം? പവർ ഓഫ് 1 thought. ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് ഫസ്റ്റ് തോട്ട്. കണ്ണ് തുറക്കുമ്പോഴത്തെ ആദ്യത്തെ സങ്കല്പം, അതിൻ്റെ എനർജി ഫുൾ ഡേ നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഏതാണ്? ഇന്ന് ഇത് ഡേ ആണ് ഫ്രൈഡേ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നിങ്ങളിവിടുന്ന് പോയി നിങ്ങളുടെ സ്റ്റഡി ക്ലാസ്സിലാണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മൈൻഡിൽ നമുക്ക് ഇവിടുന്ന് എവറി ഫ്രൈഡേ തോട്ട് കൊണ്ടുവരിക. ഐ ആം എ പ്യുവർ ബീയിങ്, ഐ ആം എ പ്യുവർ സോൾ. ആരെ കണ്ടാലും മൈൻഡിലൊരു തോട്ട്, എല്ലാവരും ഒരു പ്യുവർ ബീയിങ്സാണ്, പ്യുവർ സോൾസാണ്. നാളെ സാറ്റർഡേ, എവറി സാറ്റർഡേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തോട്ട് കൊണ്ടുവരിക. ഐ ആം എ ബ്ലിസ്ഫുൾ സോൾ, ഐ ആം എ ബ്ലിസ്ഫുൾ സോൾ. ആരെ കണ്ടാലും എല്ലാവരും ഒരു ബ്ലിസ്ഫുൾ സോളാണെന്ന ബ്ലെസ്സിങ്സ് എല്ലാവർക്കും മനസ്സുകൊണ്ട് കൊടുക്കുക. എന്തായാലും ആരെ കണ്ടാലും ഒരു തോട്ട് വരും, എന്തെങ്കിലും ചിന്ത വരും. എന്തെങ്കിലും ചിന്തിക്കുന്നതിന് പകരം എല്ലാവരെയും പ്രതി ഒരു പോസിറ്റീവ് തോട്ട്. എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവരും സുഖമായിരിക്കട്ടെ. ഞാനും സുഖമായിരിക്കും. എൻ്റെ ഒരു നോട്ടം കൊണ്ട് പോലും എല്ലാവർക്കും സുഖം കൊടുക്കും. അപ്പോൾ ഇവര് സാറ്റർഡേ എന്ത് വയ്ക്കണം ലക്ഷ്യം? ഇന്ന് ഫ്രൈഡേ, ഇന്നത്തെ ലക്ഷ്യം എന്തായിരിക്കണം? ഐ ആം എ പ്യുവർ സോൾ. ഇന്നത്തെ ദിവസം ഞാൻ എന്ത് കണ്ടാലും കേട്ടാലും ചെയ്താലും പറഞ്ഞാലും പ്യൂരിറ്റിയോട് കൂടി ചെയ്യും, സത്യതയോടെ ചെയ്യും, ശുദ്ധിയോടുകൂടി ചെയ്യും. ഇംപ്യൂരിറ്റി ഉള്ള കറയുള്ള ഒരു കാര്യവും ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. നാളെ സാറ്റർഡേയിലേക്ക് എന്താണ് വ്രതം? എവറി ഡേ വ്രതം പോലെ എടുത്തോളൂ. എവറി സാറ്റർഡേ ബ്ലിസ്ഫുൾ സോൾ. ഞാനും സുഖമായിരിക്കും, എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന തോട്ട്. എൻ്റെ ഈച്ച് ആൻഡ് എവറി തോട്ട്സ് വേർഡ്സ് എല്ലാം സുഖം കൊടുക്കുന്നതാണ്. സൺഡേ
എവറി സൺഡേ ഐ എം എ ഹാപ്പി ബീയിങ്. ഞാനും സന്തോഷമായിരിക്കും, എല്ലാവർക്കും സന്തോഷം കൊടുക്കും. മൺഡേ ഐ എം എ പീസ്ഫുൾ സോൾ, ഐ എം എ പീസ്ഫുൾ ബീയിങ്. ട്യൂസ്ഡേ ഐ എം എ ലവ്ഫുൾ ബീയിങ്, ട്യൂസ്ഡേ ഐ എം എ ലവ്ഫുൾ ബീയിങ്. വെനസ്ഡേ ഐ എം എ പവർഫുൾ ബീയിങ്. തേഴ്സ്ഡേ ഐ ആം എ സക്സസ്ഫുൾ ബീയിങ്. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ 7 എണ്ണം. ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. മെഡിറ്റേഷനായി കണ്ണ് തുറക്കുമ്പോൾ ഫസ്റ്റ് തോട്ട് എന്ത് കൊണ്ടുവരണം? മൺഡേ പീസ്ഫുൾ ബീയിങ്. ട്യൂസ്ഡേ ലവ്ഫുൾ ബീയിങ്. വെനസ്ഡേ പവർഫുൾ ബീയിങ്. തേഴ്സ്ഡേ സക്സസ്ഫുൾ ബീയിങ്. ഫ്രൈഡേ പ്യുവർ ബീയിങ്. ആയില്ലേ? സാറ്റർഡേ ബ്ലിസ്ഫുൾ ബീയിങ്. സൺഡേ ഹാപ്പി ബീയിങ്. വെരി ഗുഡ്. ഇനി പറയൂ എല്ലാവരും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ പാസ്. എല്ലാവരും അവരവർക്ക് വേണ്ടി കൈവരിച്ചുള്ളൂ. ഓക്കെ, നമുക്ക് മെഡിറ്റേറ്റ് ചെയ്ത് പൂർത്തിയാക്കാം. മിനിറ്റ്സ് മെഡിറ്റേറ്റ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. വെറുതെ ഇരിക്കാം. അറ്റൻഷൻ വണ്ടിയിൽ നിന്ന് ഡ്രൈവറിലേക്ക് കൊണ്ടുവരും. ശരീരത്തിൽ നിന്ന് മനസ്സിലേക്ക്, കാറിൽ നിന്ന് ഡ്രൈവറിലേക്ക്, ശ്രദ്ധ ഇരിപ്പിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ ബ്രെയിനിലേക്ക്, ബീയിങ് കോൺഷ്യസ്നെസ്സിലേക്ക് വരും. ഞാൻ ദിവ്യമായ ഒരു ഊർജ്ജമാണ്, ആത്മീയ ഊർജ്ജം. ഈ ശരീരം എൻ്റെ ഒരു വസ്ത്രം മാത്രമാണ്. ദേഹമാകുന്ന ഈ വസ്ത്രം ഉപയോഗിച്ച് പാർട്ട് അഭിനയിക്കുന്നത്. ശരി, ശരീരമാകുന്ന ഈ വസ്ത്രം ഉപയോഗിച്ച് ഭൂമിയാകുന്ന ഈ നാടകശാലയിൽ പാർട്ട് അഭിനയിക്കുന്നത് ഞാനാണ്. ഐ ദ സോൾ, ദ ബീയിങ്. ദേഹം വഹിക്കുന്നതാണ് ഞാൻ, അനശ്വര ചൈതന്യമാണ്, എറ്റേണൽ എനർജി. ദേഹം മണ്ണാണ്, മണ്ണിലേക്ക് ചേരുകയും ചെയ്യും. ഞാൻ ഊർജമാണ്, സ്പിരിച്വൽ എനർജി. ഊർജമായതിനാൽ എനിക്ക് നാശമില്ല. ഞാനൊരു ലൈറ്റാണ്, ഡിവൈൻ ലൈറ്റ്. എന്നിലുള്ളത് മൈറ്റാണ്, ശക്തിയാണ്. പീസ്ഫുൾ എനർജി. മനസ്സും ശാന്തം, ശരീരവും ശാന്തം. ശാന്തമായ മനസ്സോടുകൂടി ഞാൻ പവർ ഹൗസിൻ്റെ അടുത്തേക്ക്, ഈ ശബ്ദത്തിൻ്റെ ലോകത്ത് നിന്ന് സൈലൻസിലേക്ക്
സൈലൻസ് വേൾഡിലേക്ക്, സുപ്രീം പവർ ഹൗസിലേക്ക് കണക്റ്റ് ആക്കുകയാണ്. ദേഹം, ദേഹത്തിൻ്റെ ലോകം, പഞ്ചഭൂത നിർമ്മിതമായ ഈ നാടകശാലയ്ക്കപ്പുറം സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ നിറഞ്ഞ നീലാകാശത്തിനും മുകളിൽ, സൗരയുദ്ധത്തിനും അകലെ സൈലൻസ് വേൾഡിലേക്ക്, ശബ്ദമില്ലാത്ത, ചലനങ്ങളില്ലാത്ത, ദേഹവും ദേഹധാരികളുമില്ലാത്ത നിശബ്ദതയിലേക്ക്, ഡിവൈൻ വേൾഡ്, പീസ്ഫുൾ വേൾഡ്, ലൈറ്റ് ലൈറ്റ് മാത്രം, golden red light, complete silence, sweet silence, deep silence, dead silence, ഈ സൈലൻസ് എന്നെ നയിക്കുന്നത് ശാന്തിയിലേക്കാണ്. മധുരമായ ശാന്തി, ശാന്തിയുടെ സൂര്യനെ പോലെ പവർ ഹൗസ്, സുപ്രീം പവർ ഹൗസ്, പരമ്പൊരുൾ, പരമശക്തി, സർവശക്തിവാൻ പ്രഭു, സർവശക്തികളുടെയും അനന്തമായ സ്രോതസ്, point of light, supreme powerhouse, fountain പോലെ ഈശ്വരീയ ശക്തികൾ എന്നിലേക്ക് സർവശക്തിമാന്റെ ശക്തികളാൽ മനസ്സാകുന്ന ബാറ്ററി ചാർജ് ആക്കുകയാണ്. ശക്തികളുടെ വൈബ്രേഷൻ, ഓൾമൈറ്റി അതോറിറ്റി പവർ ഹൗസ്, ഈശ്വരനിൽ നിന്നൊഴുകുന്ന ശക്തികളുടെ വൈബ്രേഷൻസിനാൽ വലയം ചെയ്യപ്പെട്ട് മനസ്സ് പൂർണ്ണമായും ചാർജ്ഡാക്കുകയാണ്. ഫുൾ ചാർജ്ഡ് ബാറ്ററി പോലെ പീസ്ഫുൾ, ലവ്ഫുൾ, പവർഫുൾ, blissful,
കൂടി ചാർജ്ഡ് ബാറ്ററിയായി ഞാൻ കർമ്മക്ഷേത്രത്തിലേക്ക്, ബോഡിയിലേക്ക്, ഇരുപുരികങ്ങളുടെ മധ്യത്ത് രാജാവിനെ പോലെ ഇരുന്ന് ശരീരമാകുന്ന രാജ്യത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോളർ. എല്ലാ സെൻസ് ഓർഗൻസും എൻ്റെ നിയന്ത്രണത്തിലാണ്. ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ യജമാനൻ, ദ കിങ്, ദ റൂളർ. എന്ത് ചിന്തിക്കണം, എന്ത് പറയണം, എന്ത് കേൾക്കണം, എന്ത് ചെയ്യണം, ഇത് പൂർണ്ണമായും എൻ്റെ നിയന്ത്രണത്തിലാണ്. എങ്ങനെയുള്ള സിറ്റുവേഷൻ ജീവിതത്തിൽ വന്നാലും, വ്യക്തികൾ എങ്ങനെ പെരുമാറിയാലും, സാഹചര്യങ്ങൾ എങ്ങനെ മാറി മറിഞ്ഞാലും ഞാൻ എങ്ങനെ പെരുമാറണമെന്നത് പൂർണ്ണമായും എൻ്റെ കൺട്രോളിലാണ്. ശാന്തി. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഫീൽ ചെയ്തിട്ടുണ്ടോ മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട്? നല്ല ചോദ്യം. സിസ്റ്റർക്ക് ഫീൽ ചെയ്യാറുള്ളത് ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള പല സിറ്റുവേഷൻസും, നിങ്ങളെപ്പോലെ തന്നെ സിസ്റ്ററും ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഡെയിലി നൂറുകണക്കിന് ആൾക്കാരുമായിട്ട് ഇടപഴകേണ്ടി വരാറുണ്ട്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട്, അതിൽ ബോഡിലി റിലേഷൻഷിപ്പിനേക്കാളും കൂടുതൽ പബ്ലിക് ഡീലിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ പബ്ലിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പലതരത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് ഫുൾ ഡേ ഇടപഴകേണ്ടി വരാറുള്ളത്. അപ്പോൾ അതിൽ പല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളവരുണ്ടാവും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ആൾക്കാരോടൊപ്പം ഇടപഴകുമ്പോഴും നമുക്ക് നമ്മുടെ ഇമോഷൻസിലെ കൺട്രോൾ കൊണ്ടുവരാൻ വളരെയധികം ഒരു മെച്യൂരിറ്റിയോടുകൂടി ഏത് തരത്തിൽ പെരുമാറിയാലും നമുക്കൊരു മെച്യൂർഡായിട്ടുള്ള പെരുമാറ്റം മുന്നിൽ കൊണ്ടുപോകാൻ കഴിയാറുണ്ട്. അപ്പോൾ ദേഷ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം, സപ്പോസ് ഒരാൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെ പെരുമാറുകയാണ്, ദേഷ്യപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകളോ പെരുമാറ്റമോ ഏത് തന്നെ ചെയ്താലും നമ്മുടെ ഉള്ളിൽ ഒരു വിഷമമോ ദേഷ്യമോ വരാതെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുപോകാൻ, കൺട്രോളിൽ നമുക്ക് മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയാറുണ്ട്. ഇതെടുത്തോളൂ മാഡം. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ കേട്ടാൽ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ ഒരു പിക്ചറായിട്ട് അല്ലേ? ഇതിനപ്പുറത്തോട്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ? പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി ആയിട്ടുള്ള അവയർനെസ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ പറയാം അറ്റൻഷൻ, അവയർനെസ്, കോൺസെൻട്രേഷൻ ഒക്കെ ഒരു ടേമായിരിക്കും മാക്സിമം നമ്മൾ കേട്ടിട്ടുണ്ടാവുക അല്ലേ? ഇന്നിപ്പോൾ മാം എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ ക്ലിയറിറ്റി നമുക്ക് റാഷണൽ തിങ്കിങ് ഉണ്ട്, അതിനെ
പ്രമുഖമാരി യോഗ സെൻ്ററിലുള്ള മീന മാഡം, ബാലകൃഷ്ണൻ സാറിനും കൂടെ വന്ന 2 പേർക്കും, അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ എത്രയാണ് നമുക്ക് വെറുതെ ഔപചാരികതയുടെ ഭാഗമായിട്ടും പിന്നെ നമ്മുടെ ഇന്റർണി ഫാത്തിമ വെറുതെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതും ഇത് എഴുതും. പിന്നെ നമ്മുടെ ഇവിടെ 2022, 23, 24 ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസിനും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂ ഇയറിൻ്റെ ഒരു ബ്ലെസ്സിങ് കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതും തരാം. അതിലെല്ലാം കുറച്ച് പോസിറ്റീവ് തോട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് പഠിക്കുക. എന്ത് ബ്ലെസ്സിങ് കാർഡാണോ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ആയിരിക്കും അതിൽ ആ ബ്ലെസ്സിങ് കാർഡായിട്ട് കിട്ടുക. അത് നിങ്ങൾ വായിക്കുക. വായിച്ചതിന് ശേഷം അത് ഫീൽ ചെയ്യുക. ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഒരു സ്ഥലത്ത് വയ്ക്കുക. എന്താണ് എനിക്ക് ബ്ലെസ്സിങ് കിട്ടിയത്, ആ സ്പെഷ്യാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ അറ്റൻഷൻ വയ്ക്കുക.